الله الرحمن الرحيم هو الله الذي لا إله إلا هو الملك القدوس السلام المؤمن المهيمن العزيز الجبار المتكبر سبحان الله عما يشركون. السلام عليكم ورحمة الله. إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وما أرسلنا من قبلك من رسول إلا نوحي إليه أنه لا إله إلا أنا فاعبدون. സ്നേഹാദരണീയരായ വിശ്വാസികളെ, വിശ്വാസിനികളെ, സഹോദരി സഹോദരങ്ങളെ, റബ്ബിന്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ മുഴുവൻ രംഗങ്ങളിലും സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ആദ്യമായി എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. സർവശക്തൻ നമ്മെ ഏവരെയും അതിനനുഗ്രഹിക്കുമാറാവട്ടെ. ഈ പ്രപഞ്ചത്തിലെ അനേകായിരം ജീവജാലങ്ങളിൽ നിന്ന് വ്യത്യസ്തവും വ്യതിരിക്തവുമായ ഒരു അസ്തിത്വത്തോടുകൂടെയാണ് മനുഷ്യനെ റബ്ബ് തമ്പുരാൻ സൃഷ്ടിച്ചിരിക്കുന്നത്. ഒട്ടനവധി സവിശേഷതകളാൽ, ഒട്ടനവധി പ്രത്യേകതകളാൽ ഇതര ജന്തുജാലങ്ങളിൽ നിന്നും ജീവജാലങ്ങളിൽ നിന്നും മനുഷ്യൻ വേറിട്ട് നിൽക്കുന്നു എന്നുള്ളത് വളരെ സത്യമാണ്.
മനുഷ്യന്റെ അസ്തിത്വത്തിൽ അവന്റെ സാധ്യതകളെ സംബന്ധിച്ചും മനുഷ്യാസ്തിത്വത്തിൽ ദൈവം തമ്പുരാൻ മനുഷ്യനിൽ അർപ്പിതമായ മനുഷ്യന്റെ ബാധ്യതയായി നിശ്ചയിച്ച ബാധ്യതകളെ സംബന്ധിച്ചും വിശുദ്ധ ഖുർആൻ ചൂണ്ടിക്കാണിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. വ്യത്യസ്തങ്ങളായ സൂക്തങ്ങൾ വിശുദ്ധ ഖുർആനിന്റെ സൂക്തങ്ങൾ പരിശോധിക്കുമ്പോൾ മനുഷ്യന്റെ സൃഷ്ടിപ്പിൽ അവന്റെ സാധ്യതകൾ വിശുദ്ധ ഖുർആൻ വിശദീകരിക്കുന്നതായി നമുക്ക് കാണാം. അതുപോലെ അവനിൽ അർപ്പിതമായ ബാധ്യതകളെക്കുറിച്ച് ഖുർആൻ വളരെ കൃത്യമായി സംസാരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ആദ്യം മണ്ണിൽ നിന്നും പിന്നീട് ബീജത്തിൽ നിന്നും സൃഷ്ടിച്ചെടുക്കപ്പെട്ട മനുഷ്യജീവിയെ കേവലം ഒരു ജന്തുവായിട്ട് മാത്രമല്ല വിശുദ്ധ ഖുർആൻ വിവരിക്കുന്നത്, മറിച്ച് അവന്റെ ജീവിതത്തിൽ അവന് ഔന്നത്യം നേടാൻ സാധിക്കുമെന്ന് ഖുർആൻ പറയുന്നുണ്ട്. ഉന്നതിയിലെത്തിപ്പെടാൻ മനുഷ്യനെ കൊണ്ട് സാധിക്കും, അധോഗതിയിലെത്തിപ്പെടാൻ മനുഷ്യനെ കൊണ്ട് സാധിക്കും. ഈ രണ്ട് മാർഗങ്ങൾ മനുഷ്യന്റെ മുമ്പിൽ തുറന്നു വെക്കപ്പെടുമ്പോൾ ഈ രണ്ട് മാർഗങ്ങളിൽ നിന്ന് ഏത് മാർഗം വേണമെങ്കിലും മനുഷ്യന് സ്വീകരിക്കാം. ഉന്നതിയുടെ നന്മയുടെ മാർഗമാണ് അവൻ സ്വീകരിക്കുന്നത് എങ്കിൽ ഉന്നതിയുടെ ഉദാത്ത മേഖലയിൽ മനുഷ്യനെത്തിപ്പെടാൻ സാധിക്കും. തിന്മയുടെ അധോഗതിയുടെ നാശത്തിന്റെ പാതയെയാണ് അവൻ സ്വീകരിക്കുന്നതെങ്കിൽ തകർന്ന് തരിപ്പണമാകാൻ മനുഷ്യനെ കൊണ്ട് സാധിക്കുമെന്നാണ് ഖുർആൻ നമുക്ക് മുമ്പിൽ വിശദീകരിക്കുന്നത്. വിശുദ്ധ ഖുർആനിലെ 95-ാം അധ്യായം സൂറത്ത് തീനിന്റെ 4-5 വചനങ്ങളിൽ വിശുദ്ധ ഖുർആൻ ഇത് വ്യക്തമാക്കുന്നുണ്ട്. ലഖദ് ഖലഖ്നൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം, ഉന്നതമായ ഉദാത്തമായ ഒരു ഘടനയോടുകൂടെയാണ് മനുഷ്യനെ നാം സൃഷ്ടിച്ചിരിക്കുന്നത്. ഉന്നതിയുടെ പടവുകൾ താണ്ടി ഉന്നതിയുടെ ഉന്നത മേഖലയിൽ എത്തിപ്പെടാൻ മനുഷ്യനെ കൊണ്ട് സാധിക്കും. സുമ്മറദദിനാഹു അസ്ഫല സാഫിലീൻ, പിന്നീട് അവനെ അധമന്മാരിൽ ഏറ്റവും അധമനാക്കി തീർക്കുകയും ചെയ്തിരിക്കുന്നു. തിന്മയുടെ വഴിത്താര തെരഞ്ഞെടുത്ത് അധോഗതിയുടെ പടവുകൾ താണ്ടി തകർന്ന് തരിപ്പണമാകാൻ മനുഷ്യനെ കൊണ്ട് സാധിക്കും. ഇത് രണ്ടും മനുഷ്യന്റെ അസ്തിത്വത്തിൽ ദൈവം തമ്പുരാൻ സംവിധാനിച്ചതാണ്. ഇതര ജീവജാലങ്ങൾക്കില്ല. ഇത് മനുഷ്യന്റെ മാത്രം പ്രത്യേകതയാണ്. മനുഷ്യൻ ചെയ്തു വെച്ച തിന്മയുടെ മായ്ക്കാനാവാത്ത പാടുകൾ ചരിത്രത്തിൽ ഇന്നും അവശേഷിക്കുകയാണ്. അവന്റെ നശീകരണ വാസനയുടെ അടയാളമായി ഇന്നും ലോകത്ത് നിലനിൽക്കുന്നുണ്ട് മനുഷ്യന്റെ തിന്മയുടെ പാടുകൾ. അതവന്റെ മോശമായ അസ്തിത്വത്തെ കുറിക്കുന്ന അടയാളങ്ങളായി ഭൂമി ലോകത്ത് അവശേഷിക്കുകയാണ്. മനുഷ്യജീവിയുടെ രണ്ട് മുഖങ്ങളെക്കുറിച്ച് ഖുർആൻ നമുക്ക് പറഞ്ഞു തരികയാണ്. വിശുദ്ധ ഖുർആനിൽ മനുഷ്യന്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് പ്രപഞ്ചനാഥൻ മലക്കുകളോട് നടത്തുന്ന പ്രഖ്യാപനം വിശുദ്ധ ഖുർആനിലെ 2-ാം അധ്യായം സൂറത്തുൽ ബഖറയുടെ 30-ാമത്തെ വചനത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. വഇദ ഖാല റബ്ബുക ലിൽ മലായികതി ഇന്നി ജാഇലുൻ ഫിൽ അർളി ഖലീഫ. വഇദ ഖാല റബ്ബുക ലിൽ മലായിക, നിന്റെ രക്ഷിതാവ് പറഞ്ഞ സന്ദർഭം ശ്രദ്ധേയമാണ്. ആരോട്? ലിൽ മലായികതി, മലക്കുകളോട്. ഇന്നി ജാഇലുൻ ഫിൽ അർളി ഖലീഫ, ഞാൻ ഭൂമിയിൽ ഒരു ഖലീഫയെ നിശ്ചയിക്കുവാൻ വേണ്ടി പോകുകയാണ്. മനുഷ്യ സൃഷ്ടിപ്പിന്റെ ആരംഭത്തെക്കുറിച്ച്, മനുഷ്യ സൃഷ്ടിപ്പ് ആരംഭിക്കാൻ വേണ്ടി പ്രപഞ്ചനാഥൻ തീരുമാനിക്കുമ്പോൾ മലക്കുകളോട് നടത്തുന്ന പ്രഖ്യാപനമായിട്ട് വിശുദ്ധ ഖുർആൻ ഇത് വിശദീകരിക്കുകയാണ്. മനുഷ്യന് മാത്രം നൽകപ്പെട്ടൊരു സവിശേഷതയായി ഖലീഫയെ കുറിച്ച് ഖുർആൻ പറയുന്നു. മലക്കുകൾക്കില്ല, ജീവജാലങ്ങൾക്കില്ല, പക്ഷിമൃഗാദികൾക്കൊന്നും അവകാശപ്പെടാനില്ലാത്ത സവിശേഷമായ ഒന്ന് മനുഷ്യന് ദൈവം നൽകുകയാണ്. റബ്ബ് തമ്പുരാൻ ഖലീഫയായി അവനെ നിശ്ചയിക്കുന്നു.
എന്താണ് ഖലീഫ എന്ന് പറഞ്ഞാൽ? അള്ളാഹുവിന്റെ പ്രഖ്യാപനം കേട്ട മലക്കുകൾക്ക് ആ ഖലീഫയുടെ അർത്ഥം എന്ത് എന്ന് അവർക്ക് മനസ്സിലായി. അവർ റബ്ബിനോട് ചോദിക്കുകയാണ്, അത്തജഅലു ഫീഹാ മൻ യുഫ്സിദു ഫീഹാ വയസ്ഫികു ദിമാഅ വനഹ്നു നുസബ്ബിഹു ബിഹംദിക വനുഖദ്ദിസു ലക് ഖാല ഇന്നി അഅലമു മാ ലാ തഅലമൂൻ. രണ്ടാം അധ്യായം സൂറത്തുൽ ബഖറയുടെ 30-ാമത്തെ വചനത്തിൽ വീണ്ടും ഖുർആൻ വിശദീകരിക്കുകയാണ്. മലക്കുകൾ ചോദിക്കുന്നു റബ്ബിനോട്, അത്തജഅലു ഫീഹാ, നീ അവിടെ നിശ്ചയിക്കുകയാണോ, മൻ യുഫ്സിദു ഫീഹാ, അവിടെ കുഴപ്പമുണ്ടാക്കുന്നവരെയാണോ നീ ഭൂമിയിൽ നിശ്ചയിക്കാൻ പോകുന്നത്? വയസ്ഫികു ദിമാഅ, രക്തം ചിന്തുകയും ചെയ്യുന്നവർ. വനഹ്നു നുസബ്ബിഹു ബിഹംദിക വനുഖദ്ദിസു ലക്, ഞങ്ങളാണെങ്കിൽ നിന്നെ പരിശുദ്ധപ്പെടുത്തുകയും നിനക്ക് സ്തോത്ര കീർത്തനങ്ങൾ അർപ്പിക്കുകയും നിനക്ക് സ്തുതികൾ അർപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. ആരാധിക്കുവാനാണ്, നിന്നെ പരിശുദ്ധപ്പെടുത്തുവാനാണ് മനുഷ്യരെ നീ സൃഷ്ടിക്കുന്നത് എങ്കിൽ അതിന്റെ ആവശ്യമില്ല. കാരണം നിനക്ക് സ്തോത്രങ്ങൾ ഞങ്ങൾ അർപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, നിന്നെ പരിശുദ്ധപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്, നിനക്ക് സ്തുതികൾ ഞങ്ങൾ അർപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് മറ്റൊരു സൃഷ്ടിയുടെ ആവശ്യമില്ല. റബ്ബ് പറയുകയാണ്, റബ്ബ് പറഞ്ഞു, ഇന്നി അഅലമു മാ ലാ തഅലമൂൻ, നിങ്ങൾക്കറിയാത്ത പല കാര്യങ്ങളും എനിക്കറിയാം. അതുകൊണ്ട് മനുഷ്യ സൃഷ്ടിപ്പിന്റെ ഒരു ലക്ഷ്യത്തെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ അവിടെ വിശദീകരിക്കുന്നു. എന്താണ് സഹോദരങ്ങളെ ഖലീഫ എന്ന് പറഞ്ഞാൽ? എന്താണ് ഖലീഫ എന്ന് പറഞ്ഞാൽ? രക്തം ചിന്തുന്നവൻ എന്നാണോ ഖലീഫയുടെ അർത്ഥം? അല്ലെങ്കിൽ നാശകാരികൾ എന്നാണോ ഖലീഫയുടെ അർത്ഥം? അല്ല. പിന്നെന്താണ് ഖലീഫയുടെ അർത്ഥം? സ്വതന്ത്രമായി കൈകാര്യകർത്തൃത്വം ചെയ്യാൻ കഴിയുന്ന ഒരു സവിശേഷമായ സൃഷ്ടി എന്ന ആശയം ഖലീഫ എന്ന പദം ദ്യോതിപ്പിക്കുന്നു, അർത്ഥമാക്കുന്നു. സ്വതന്ത്രമായ കൈകാര്യകർത്തൃത്വം അത് മനുഷ്യന് മാത്രമുള്ളതാണ്, മറ്റാർക്കുമില്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ചുവല്ലോ, ഇതര ജീവജാലങ്ങളിൽ നിന്ന് മനുഷ്യന് ഒട്ടനവധി സവിശേഷതകളും പ്രത്യേകതകളും ഉണ്ട് അവന്റെ അസ്തിത്വത്തിൽ. ഇത് മറ്റാർക്കുമില്ല. മലക്കുകൾക്കില്ല സ്വതന്ത്രമായ കർത്തൃത്വം, ജീവജാലങ്ങൾക്കില്ല, പക്ഷിമൃഗാദികൾക്കില്ല, മറ്റാർക്കുമില്ല. മനുഷ്യന്റെ മാത്രം സവിശേഷതയാണ്. സ്വതന്ത്രമായ കർത്തൃത്വം മനുഷ്യന് നൽകപ്പെടുമ്പോൾ മനുഷ്യന്റെ അസ്തിത്വത്തിൽ ഒരുപാട് സാധ്യതകളും ബാധ്യതകളുമുണ്ട് എന്ന് ഖുർആൻ നമുക്ക് പറഞ്ഞു തരികയാണ്. തിന്മയുടെ സാധ്യതകളുണ്ട് മനുഷ്യന്റെ അസ്തിത്വത്തിൽ. മനുഷ്യന്റെ സൃഷ്ടിപ്പിൽ തിന്മയുടെ സാധ്യതകളുണ്ട്. തിന്മ ചെയ്ത് അധർമ്മങ്ങൾ ചെയ്ത് തകർന്ന് തരിപ്പണമാകാൻ മനുഷ്യജീവിയെ കൊണ്ട് സാധിക്കും. നമുക്കറിയാമല്ലോ, ചരിത്രത്തിൽ മായ്ക്കാനാവാത്ത കറുത്ത പാടുകൾ കാണാം. മനുഷ്യൻ ചെയ്തു വെച്ച ദുരന്ത ഫലങ്ങളായിരുന്നു അത്. തനിക്കും തന്റെ സഹജീവികൾക്കും പ്രയാസങ്ങൾ വരുത്തിവെക്കുന്ന, ദുരിതങ്ങൾ വരുത്തിവെക്കുന്ന, പ്രയാസങ്ങൾ സൃഷ്ടിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ മനുഷ്യനെ കൊണ്ട് സാധിക്കും. വിശുദ്ധ ഖുർആനിൽ തന്നെ സൂറത്തുർ റൂം 30-ാം അധ്യായത്തിന്റെ 41-ാമത്തെ വചനത്തിൽ ഖുർആൻ പറയുന്നത്, ലഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹർ ബിമാ കസബത് ഐദിൻ നാസ്, ജനങ്ങളുടെ കരങ്ങൾ പ്രവർത്തിച്ചതിന്റെ കാരണത്താൽ കരയിലും കടലിലും കുഴപ്പങ്ങൾ പ്രകടമായി കൊണ്ടിരിക്കുന്നു. അതേ ഭൂമിയിൽ കുഴപ്പമുണ്ടാകുവാനുള്ള കാരണം, കടലിൽ കുഴപ്പം പ്രത്യക്ഷപ്പെടുവാനുള്ള കാരണം മനുഷ്യന്റെ കരങ്ങൾ പ്രവർത്തിച്ചത് കൊണ്ടാണ്. ഇത് മനുഷ്യന്റെ തിന്മയുടെ ഒരു സാധ്യതയാണ് എങ്കിൽ, മനുഷ്യന്റെ നികൃഷ്ടതയുടെ ഒരു സാധ്യതയാണ് എങ്കിൽ, അവന്റെ സൃഷ്ടിപ്പിന്റെ ഉന്നതമായ സാധ്യതകളെ കുറിച്ച് ഖുർആൻ പറയുന്നു. മനുഷ്യന് മാത്രം നൽകപ്പെട്ട ഒട്ടനവധി പ്രത്യേകതകൾ. ഖുർആൻ മനുഷ്യന്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് വിശദീകരിക്കുമ്പോൾ, അത് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് ഖുർആൻ പറയുമ്പോൾ, മനുഷ്യന് നൽകപ്പെട്ട, മറ്റാർക്കും നൽകപ്പെടാത്ത ഒരു സവിശേഷമായ ഒരു പ്രത്യേകതയെ കുറിച്ച് പറയുന്നുണ്ട്. അതെന്താണ്? മനുഷ്യൻ എല്ലാ വസ്തുക്കളുടെയും നാമങ്ങൾ പറയാൻ കഴിയുമെന്നത് മനുഷ്യന്റെ മാത്രം സവിശേഷതയാണ്. ഒരു വസ്തുവിനെ മനസ്സിലാക്കുകയും ആ വസ്തുവിനെ നന്മയ്ക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുകയും അതിന്റെ പൊരുളറിഞ്ഞ് അതിന് നാമം നൽകുകയും ചെയ്യുക എന്നുള്ളത് മനുഷ്യന്റെ മാത്രം പ്രത്യേകതയാണ്, മറ്റാർക്കുമില്ല. വഅല്ലമ ആദമൽ അസ്മാഅ കുല്ലഹാ സുമ്മ അറളഹും അലൽ മലായിക ഫഖാല അംബിഹൂനി ബിഅസ്മാഇ ഹൗലായി ഇൻ കുൻതും സ്വാദിഖീൻ. വിശുദ്ധ ഖുർആനിൽ 2-ാം അധ്യായം സൂറത്തുൽ ബഖറയുടെ
31-ാമത്തെ വചനത്തിൽ ഖുർആൻ ഇത് വിശദീകരിക്കുകയാണ്. എന്താണ് അവിടെ ഖുർആൻ പറയുന്നത്? വഅല്ലമ ആദമൽ അസ്മാഅ കുല്ലഹ, ആദമിന് എല്ലാ വസ്തുക്കളുടെയും നാമങ്ങളെ റബ്ബ് പഠിപ്പിച്ചു കൊടുത്തു. വഅല്ലമ ആദമൽ അസ്മാഅ കുല്ലഹ സുമ്മ അറലഹും അലൽ മലായിക, എന്നിട്ട് ആ വസ്തുക്കളെ മലക്കുകൾക്ക് മുമ്പിൽ പ്രദർശിപ്പിക്കുകയാണ്. ഫഖാല, എന്നിട്ട് അവരോട് പറയുന്നു, അംബിഊനി ബി അസ്മാഇ ഹൗലാ ഇൻ കുൻതും സ്വാദിഖീൻ, നിങ്ങൾക്കറിയുമെങ്കിൽ, നിങ്ങൾ സത്യസന്ധരാണ് എങ്കിൽ ഈ വസ്തുക്കളുടെ നാമം നിങ്ങൾ പറയണം. പക്ഷേ മലക്കുകൾക്ക് ആ വസ്തുക്കളുടെ നാമം പറയാൻ കഴിയുന്നില്ല. അവര് പറയുന്നു, സുബ്ഹാനക ലാ ഇൽമ ലനാ ഇല്ലാ മാ അല്ലംതനാ, സുബ്ഹാനക നാദാ നീ പരിശുദ്ധനാണ്, ലാ ഇൽമ ലനാ ഞങ്ങൾക്കൊരറിവുമില്ല, ഇല്ലാ മാ അല്ലംതനാ നീ പഠിപ്പിച്ചതല്ലാത്ത മറ്റൊരറിവും ഞങ്ങൾക്കില്ല. മനുഷ്യന്റെ മാത്രം ഒരു പ്രത്യേകത വസ്തുക്കൾക്ക് നാമം നൽകാൻ കഴിയുക എന്നത്. നാമം നൽകുക എന്നതുകൊണ്ടോ അല്ലെങ്കിൽ ഒരു വസ്തുവിന്റെ പേര് പറയുക എന്നതുകൊണ്ടോ ആശയവിനിമയം നടത്താൻ സാധ്യമല്ല. ഭാഷയിൽ നൈപുണ്യം നേടാൻ കഴിയില്ലല്ലോ, അല്ലെങ്കിൽ ആശയാവിഷ്കാരം കഴിയുകയില്ല. എന്നാൽ ഖുർആൻ പറയുന്നു, മനുഷ്യന് ആശയാവിഷ്കാരവും റബ്ബ് പഠിപ്പിച്ചു. മനുഷ്യനെ സൃഷ്ടിക്കുകയും എന്നിട്ട് അവന് ആശയാവിഷ്കാരം പഠിപ്പിച്ചു. കാര്യങ്ങൾ വിശദീകരിക്കുവാനുള്ള കഴിവ്, ഭാഷയിലുള്ള നിപുണത മനുഷ്യന് നൽകി, മറ്റാർക്കുമില്ല. വിശുദ്ധ ഖുർആനിൽ 55-ാം അധ്യായം സൂറത്തുർ റഹ്മാന്റെ ആദ്യ വചനങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് കാണാം, പരമകാരുണ്യകനെ കുറിച്ച് പരാമർശിച്ചതിന് ശേഷം വിശുദ്ധ ഖുർആൻ പറയുന്നു, ഖലഖൽ ഇൻസാൻ, പരമകാരുണ്യകൻ മനുഷ്യനെ സൃഷ്ടിച്ചു. എന്നിട്ട് അല്ലമഹുൽ ബയാൻ, മനുഷ്യന് ആശയാവിഷ്കാരം പഠിപ്പിച്ചു, വിശദീകരിക്കുവാനുള്ള കഴിവ് പഠിപ്പിച്ചു, ഭാഷയിലുള്ള നിപുണത നൽകി. ഇത് മനുഷ്യന്റെ ഒരു പ്രത്യേകതയാണ്, മനുഷ്യന് മാത്രം നൽകപ്പെട്ട ഒരു സവിശേഷത. ഇതുപോലെ ഒട്ടനവധി പ്രത്യേകതകൾ ഖുർആൻ പറയുന്നു. ഞാനിത് സൂചിപ്പിക്കുന്നത് മനുഷ്യരാകുന്ന നമ്മൾ, നമ്മുടെ അസ്തിത്വത്തിൽ ഇതര ജീവികൾക്ക് നൽകപ്പെടാത്ത ചില സവിശേഷതകളുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം. അതേപോലെ വിശുദ്ധ ഖുർആൻ മനുഷ്യന് നൽകിയ ഒരു അത്യപാരമായ അനുഗ്രഹത്തെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. പ്രപഞ്ചനാഥൻ മനുഷ്യന് നൽകിയ അപാരമായ ഒരു അനുഗ്രഹം. എന്താണ് ആ അനുഗ്രഹം? മനുഷ്യന് അക്ഷരവിദ്യ പഠിപ്പിച്ചു എന്നുള്ളത് വലിയൊരു അനുഗ്രഹമായിട്ടാണ് വിശുദ്ധ ഖുർആൻ വിലയിരുത്തുന്നത്. വിശുദ്ധ ഖുർആനിൽ തന്നെ ആദ്യം അവതരിക്കുന്ന സൂക്തങ്ങൾ മനുഷ്യന്റെ അക്ഷരവിദ്യയെ കുറിച്ചുള്ള സംസാരമാണ് നടത്തുന്നത്. ആദ്യ വചനങ്ങൾ വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാം. സൂറത്തുൽ അലഖ് 96-ാം അധ്യായം അതിന്റെ 1 മുതൽ 6 വരെയുള്ള വചനങ്ങളിൽ ഖുർആൻ പറയുന്നു, ഇഖ്റഅ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ് ഇഖ്റഅ വറബ്ബുക്കൽ അക്രം അല്ലദീ അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാ ലം യഅലം ഇഖ്റഅ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, നിന്നെ സൃഷ്ടിച്ച നിന്റെ സൃഷ്ടാവിന്റെ നാമത്തിലായിരിക്കണം, രക്ഷകന്റെ നാമത്തിലായിരിക്കണം നീ വായിക്കേണ്ടത്. നിന്നെ സൃഷ്ടിച്ച നിന്റെ സൃഷ്ടാവിന്റെ നാമത്തിൽ നീ വായിക്കുക. അവൻ രക്തപിണ്ഡത്തിൽ നിന്നാണ് മനുഷ്യരെ സൃഷ്ടിച്ചത്. എന്നിട്ട് ഖുർആൻ പറയുന്നു, ശേഷം വിശുദ്ധ ഖുർആൻ വിശദീകരിക്കുന്നു, പേന കൊണ്ട് മനുഷ്യരെ അവൻ പഠിപ്പിച്ചു, പേന കൊണ്ട് പഠിപ്പിച്ചു. മനുഷ്യർക്കറിയാത്തത് മനുഷ്യരെ അവൻ പഠിപ്പിച്ചു, പേന കൊണ്ട് അക്ഷരവിദ്യ പഠിപ്പിച്ചു എന്നുള്ളത് മഹത്തായ ഒരു അനുഗ്രഹമായിട്ട് ഖുർആൻ സൂചിപ്പിക്കുകയാണ്. അക്ഷരവിദ്യ മനുഷ്യർക്ക് കൈവശം ഇല്ലായിരുന്നുവെങ്കിൽ, മനുഷ്യർക്ക് അറിയുമായിരുന്നില്ല എങ്കിൽ ആശയങ്ങളെ ഒരു തലമുറയിൽ നിന്ന് മറ്റൊരു തലമുറയിലേക്ക് വ്യാപിപ്പിക്കാൻ മനുഷ്യർ പ്രയാസപ്പെടുമായിരുന്നു. മനുഷ്യന്റെ മനസ്സുകളിലുള്ള ആശയങ്ങൾ വരകളായും അതേപോലെ അക്ഷരങ്ങളായും രേഖപ്പെടുത്താൻ തുടങ്ങിയത് മുതലാണ് മനുഷ്യ ജീവിതത്തിന് തന്നെ പുതിയൊരു മാനം കൈവന്നത്. ഒരു സമൂഹത്തിന്റെ സമ്പുഷ്ടമായ സംഭാവനകൾ കാലസീമകൾക്കപ്പുറത്തേക്ക് വ്യാപിപ്പിക്കുവാൻ മനുഷ്യർക്ക് സാധിച്ചത് അക്ഷരവിദ്യയെ കൊണ്ടാണ്. അത്യപാരമായ ഒരു അനുഗ്രഹമാണ് അക്ഷരവിദ്യ. നമുക്ക് മുമ്പുള്ള ആളുകൾ അവർ രേഖപ്പെടുത്തി വെച്ച ഗ്രന്ഥങ്ങൾ, ആ ഗ്രന്ഥങ്ങൾ ഇന്ന് നമുക്ക് എത്രത്തോളമാണ് പ്രയോജനപ്പെടുന്നത്? ഗ്രന്ഥ ലൈബ്രറികൾ നമുക്ക് നൽകുന്ന സംഭാവനകൾ ഒട്ടനവധിയാണ്, നമുക്ക് വിശദീകരിക്കാനാവുന്നില്ല. ഇത് മനുഷ്യർക്ക് നൽകിയത് അള്ളാഹു നൽകിയ അത്യപാരമായ അനുഗ്രഹമാകുന്ന അക്ഷരങ്ങളെ രേഖപ്പെടുത്താൻ കഴിയുക എന്ന അതിപ്രധാനമായ ഒരു അനുഗ്രഹം മനുഷ്യർക്ക് നൽകപ്പെട്ടപ്പോൾ മാത്രമാണ് മനുഷ്യർക്ക് ഇതിന് സാധിച്ചത്. അക്ഷരവിദ്യ അത്യപാരമായ അനുഗ്രഹമാണ്. അതുപോലെ വിശുദ്ധ ഖുർആൻ പറയുന്നു, മനുഷ്യർക്ക് നൽകിയ റബ്ബ് തമ്പുരാൻ നൽകിയ
അപാരമായ ഒരു സവിശേഷതയും ഒരു പ്രത്യേകതയും ഒരു അനുഗ്രഹവുമായി ഖുർആൻ പഠിപ്പിക്കുന്നത് നഗ്നതയെക്കുറിച്ചുള്ള ബോധം. നഗ്നത മറക്കണമെന്ന ബോധം ആദ്യ മനുഷ്യന്റെ മനസ്സിലെ ഉദിച്ച സംസ്കാരമായിരുന്നു. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം റബ്ബിന്റെ നിർദ്ദേശം ലംഘിക്കുകയും അങ്ങനെ സ്വർഗത്തിൽ നിന്ന് വിലക്കപ്പെട്ട ആ കനി ഭക്ഷിക്കുകയും ആ സമയത്ത് അവരുടെ നഗ്നത വെളിവാവുകയും ചെയ്തു എന്ന് ഖുർആൻ പറയുന്നുണ്ട്. പിശാച് ഗുണകാംക്ഷിയുടെ രൂപത്തിൽ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സന്നിധാനത്തിൽ കടന്നു ചെല്ലുകയും സ്വർഗത്തിലെ ആ കനി ഭക്ഷിച്ചു കഴിഞ്ഞാൽ എന്നെന്നും നശിക്കാത്തൊരാധിപത്യം നിങ്ങൾക്ക് ലഭിക്കുവാനുണ്ട് എന്ന് അവർക്ക് സുവിശേഷം അറിയിക്കുകയും അങ്ങനെ പിശാചിന്റെ വഞ്ചനയിൽ അകപ്പെടുകയും ആദം നബി അലൈഹിസ്സലാമും അദ്ദേഹത്തിന്റെ പത്നിയും ആ ഫലം ഭക്ഷിക്കുകയും സ്വർഗത്തിൽ നിന്ന് അവർ പുറത്തു പോരേണ്ടി വരികയും ചെയ്ത സംഭവം വിശുദ്ധ ഖുർആനിൽ സൂറത്തു ത്വാഹ 20-ാം അധ്യായത്തിന്റെ 121-ാമത്തെ വചനത്തിൽ ഖുർആൻ സൂചിപ്പിക്കുന്നുണ്ട്. ഫഅക്കലാ മിൻഹ, അവർ ആ വൃക്ഷത്തിൽ നിന്ന് ഭക്ഷിച്ചു അവർ രണ്ടുപേരും. അപ്പോൾ ഫഅക്കലാ മിൻഹ ഫബദത് ലഹുമാ സൗആതുഹുമാ, അവരുടെ നഗ്നത ആ സമയത്ത് വെളിവായി. അപ്പോഴോ വതഫികാ യഖ്സിഫാനി അലൈഹിമാ മിൻ വറഖിൽ ജന്ന, സ്വർഗത്തിലെ വൃക്ഷത്തിന്റെ ഇലയെടുത്ത് അവരുടെ നാണം മറക്കാൻ വേണ്ടി അവർ ശ്രമിച്ചു എന്ന് ഖുർആൻ അവിടെ സൂചിപ്പിക്കുന്നുണ്ട്. നഗ്നത വെളിവായപ്പോൾ, അവരുടെ നാണം വെളിവായപ്പോൾ സ്വർഗത്തിൽ നിന്നുള്ള ഇലകളെടുത്ത് തങ്ങളുടെ നഗ്നത മറക്കാൻ വേണ്ടി അവർ പരിശ്രമിച്ചു. അതേ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം മനുഷ്യകുലത്തിന്റെ ആദ്യ പിതാവ്, ആ ആദ്യ പിതാവിനെ ഉണ്ടായ ഒരു സംസ്കാരമായിരുന്നു നഗ്നതയെക്കുറിച്ചുള്ള സംസ്കാരം. നഗ്നത മറക്കണമെന്നുള്ള ഒരു ബോധം വിശുദ്ധ ഖുർആൻ അതൊരു അനുഗ്രഹമായിട്ടാണ് നമുക്ക് മുമ്പിൽ വിശദീകരിക്കുന്നത്. വിശുദ്ധ ഖുർആനിലെ 7-ാം അധ്യായം സൂറത്തുൽ അഹ്റാഫിന്റെ 26-ാമത്തെ സൂക്തം, യാ ബനി ആദം ഖദ് അൻസൽനാ അലൈക്കും ലിബാസൻ യുവാരി സൗആതിക്കും വരീഷാ വലിബാസു തഖ്വാ ദാലിക ഖൈർ ദാലിക മിൻ ആയാതില്ലാ ലഅല്ലഹും യദ്ദക്കറൂൻ. യാ ബനി ആദം, ആദമിന്റെ സന്തതികളെ, ഖദ് അൻസൽനാ അലൈക്കും ലിബാസൻ, നിങ്ങൾക്ക് വസ്ത്രം അല്ലാഹു ഇറക്കി തന്നിരിക്കുന്നു. യുവാരി സൗആതിക്കും വരീഷാ, നിങ്ങളുടെ നഗ്നതകൾ മറക്കാൻ വേണ്ടിയും നിങ്ങൾക്ക് അലങ്കാരമണിയാൻ വേണ്ടിയും വസ്ത്രം അല്ലാഹു നിങ്ങൾക്ക് ഇറക്കി തന്നിരിക്കുന്നു. വലിബാസു തഖ്വാ ദാലിക ഖൈർ, തഖ്വയുടെ വസ്ത്രമാകുന്നു ഏറ്റവും ഖൈർ, അതാകുന്നു ഏറ്റവും ഉത്തമമായത്. ദാലിക മിൻ ആയാതില്ലാ, അത് അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങളിൽപ്പെട്ടതാണ്, ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതാണ്. ലഅല്ലഹും യദ്ദക്കറൂൻ, നിങ്ങൾ ഉറ്റാലോചിക്കാൻ വേണ്ടി മനുഷ്യരെ നിങ്ങൾക്ക് നൽകപ്പെട്ട ഒരു അനുഗ്രഹമാകുന്നു വസ്ത്രധാരണം, വസ്ത്രത്തെക്കുറിച്ചുള്ള ബോധം, നഗ്നത മറക്കുവാനുള്ള മനസ്സ്. ജീവജാലങ്ങൾക്കും ജന്തുജാലങ്ങൾക്കും ജനനേന്ദ്രിയമുണ്ട്, പക്ഷേ നാണം മറക്കണമെന്നുള്ള ബോധം അവർക്കില്ല. എന്നാൽ ഇത് മനുഷ്യന് മാത്രമാണ്. നാണം മറക്കേണ്ട ബോധമില്ലാത്തത് കൊണ്ട് തന്നെ ജീവജാലങ്ങളെ സംബന്ധിച്ചിടത്തോളം വസ്ത്രം എന്നൊരു പ്രശ്നം ഉദിക്കുന്നില്ല. എന്നാൽ മനുഷ്യന് ഈ ബോധമുണ്ടായിരുന്നു. ഇതുപോലെ ഒട്ടനവധി സവിശേഷതകൾ ഖുർആൻ സൂചിപ്പിക്കുകയാണ്. വസ്ത്രം പോലെ വാഹനം ഉപയോഗപ്പെടുത്തുക എന്നുള്ളത് മനുഷ്യന്റെ മാത്രം പ്രത്യേകതയാണ്. ഭൂമിയിലെ അധിപൻ എന്നുള്ള നിലക്ക്, ഭൂമിയിലെ നായകൻ എന്നുള്ള നിലക്ക് മനുഷ്യന് നൽകപ്പെട്ട ഒരു സവിശേഷതയാണ് വാഹനം ഉപയോഗപ്പെടുത്തുവാനുള്ള കഴിവ്. താൻ ഉദ്ദേശിക്കുന്നിടത്തേക്ക് വാഹനം ഉപയോഗിച്ച് സഞ്ചരിക്കാൻ മൃഗങ്ങളുടെ പുറത്താകട്ടെ വാഹനങ്ങളാകട്ടെ മനുഷ്യൻ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നു. ഇത് മനുഷ്യന്റെ സവിശേഷതയാണ്. ഭൂമിയിൽ റബ്ബ് തമ്പുരാൻ സൃഷ്ടിച്ച സകല ജീവികളെക്കാളും ശ്രേഷ്ഠതയോടുകൂടെ മഹത്വത്തോടുകൂടെ ആദരിക്കപ്പെട്ട ഒരു വ്യക്തിത്വം മനുഷ്യനാണ്. അതുകൊണ്ട് റബ്ബ് അവർക്ക് നൽകിയ ഒരു സവിശേഷതയാണ് അവന് വാഹനം ഉപയോഗപ്പെടുത്താൻ കഴിയുക എന്നുള്ള സവിശേഷത. വിശുദ്ധ ഖുർആനിൽ 17-ാം അധ്യായം സൂറത്തുൽ ഇസ്രാഇന്റെ 70-ാമത്തെ വചനത്തിൽ ഖുർആൻ ഇത് സൂചിപ്പിക്കുന്നുണ്ട്. വലഖദ് കറംനാ ബനി ആദം, ആദമിന്റെ സന്തതികളെ നാം ആദരിച്ചിരിക്കുന്നു. വഹമൽനാഹും ഫിൽ ബർരി വൽ ബഹർ, കരയിലും കടലിലും അവരെ നാം വഹിക്കുകയും ചെയ്തിരിക്കുന്നു. കരയിലൂടെ സഞ്ചരിക്കാൻ സുന്ദരമായ വാഹനങ്ങൾ അവർക്ക് നാം നൽകി, നമ്മുടെ അനുഗ്രഹമായി. കടലിലൂടെ സഞ്ചരിക്കാൻ സുന്ദരമായ വാഹന സൗകര്യങ്ങൾ അവർക്ക് നാം അധീരപ്പെടുത്തി കൊടുത്തു. അത് മനുഷ്യരെ ആദരിച്ചതിന് ദൈവം തമ്പുരാൻ നൽകിയ ഒരു അടയാളമാണ്, മനുഷ്യന്റെ ആ മഹത്വത്തിന്റെ ഒരു അടയാളം. വാഹനം ഉപയോഗപ്പെടുത്തി.
ഇങ്ങനെ ഒരുപാട് സവിശേഷതകൾ മനുഷ്യന്റെ അസ്തിത്വത്തിൽ മനുഷ്യന് നൽകപ്പെട്ടു എന്ന് ഖുർആൻ വ്യത്യസ്ത സൂക്തങ്ങളുടെ വിശദീകരിക്കുമ്പോൾ ആ മനുഷ്യന് ഉന്നതമായൊരു ബാധ്യതയുണ്ട്, ഒരു കടപ്പാടുണ്ട്. അവന്റെ അസ്തിത്വത്തിൽ അവനൊരു ബാധ്യതയുണ്ട്. ആ ബാധ്യതയെ വിശുദ്ധ ഖുർആൻ വിസ്മരിക്കുന്നില്ല. മനുഷ്യരെ, നിങ്ങൾക്ക് ഇത്ര സവിശേഷതകളാൽ നിങ്ങളെ സംവിധാനിച്ചുവെങ്കിൽ, ഇത്ര സാധ്യതകളാൽ നിങ്ങളെ സൃഷ്ടിച്ചുവെങ്കിൽ, നിങ്ങളുടെ സൃഷ്ടിപ്പിൽ ഉന്നതമായ ഒരു ലക്ഷ്യമുണ്ട്, ഒരു സാധ്യതയുണ്ട്, ഒരു ബാധ്യതയുണ്ട് നിങ്ങൾക്ക്. വിശുദ്ധ ഖുർആൻ 33-ാം അധ്യായം സൂറത്തുൽ അഹ്സാബിന്റെ 72-ാമത്തെ സൂക്തത്തിൽ ഈ ബാധ്യതയെ കുറിച്ച് വിശദീകരിക്കുകയാണ്. ഇന്നാ അർളിനൽ അമാനത അലസ് സമാവാതി വൽ അർളി വൽ ജിബാലി ഫഅബൈന അൻ യഹ്മിലഹാ വഅഷ്ഫഖന മിൻഹാ വഹമലഹൽ ഇൻസാൻ ഇന്നഹു കാന ളലൂമൻ ജഹൂലാ. ഇന്നാ അർളിനൽ അമാനത, നാം അമാനത്തിനെ പ്രദർശിപ്പിച്ചു. അലസ് സമാവാതി വൽ അർളി വൽ ജിബാലി, ആകാശങ്ങളുടെയും ഭൂമിയുടെയും പർവ്വതങ്ങളുടെയും മേൽ നാം ആ അമാനത്തിനെ പ്രദർശിപ്പിച്ചു. പക്ഷേ ഫഅബൈന അൻ യഹ്മിലഹാ, ആ അമാനത്തെ ഏറ്റെടുക്കാൻ അവരെല്ലാവരും വിസമ്മതിച്ചു. മാത്രമല്ല വഅഷ്ഫഖന മിൻഹാ, അതിനെക്കുറിച്ച് അവർ പേടിക്കുകയാണ് ചെയ്തത്, അവർ ഭയപ്പെട്ടു. എന്നാൽ വഹമലൽ ഇൻസാൻ, മനുഷ്യൻ അത് ഏറ്റെടുക്കുകയാണ്. ഇന്നഹു കാന ളലൂമൻ ജഹൂലാ, അവൻ അറിവില്ലാത്തവനാണ്, അവൻ അക്രമിയാണ്. മനുഷ്യൻ ഏറ്റെടുത്തു ഉന്നതമായൊരു ബാധ്യത. എന്താ സഹോദരങ്ങളെ അമാനത്ത് എന്ന് പറഞ്ഞാൽ? മുഫസ്സിറുകൾ അതിന് വിശദീകരണം നൽകുന്നു, അമാനത്തിന് വിശദീകരണം നൽകുന്നു. അമാനത്ത് എന്ന് പറഞ്ഞാൽ മതശ്വാസനകളാണ്. വ്യത്യസ്ത കാലഘട്ടങ്ങളിൽ വ്യത്യസ്ത പ്രവിശ്യകളിലേക്ക് കടന്നു വന്ന ദൈവദൂതന്മാർ മാലോകരെ പഠിപ്പിച്ച പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ തത്വങ്ങളും നിർദ്ദേശങ്ങളുമാണ് അമാനത്ത് കൊണ്ട് വിവക്ഷിക്കപ്പെടുന്നത്. അതേ, ദൈവത്തെ അനുസരിച്ചുകൊണ്ട് ജീവിക്കുക, ദൈവിക നിയമങ്ങൾ അനുസരിച്ചുകൊണ്ട് ജീവിതത്തെ ചിട്ടപ്പെടുത്തുക, നാഥന്റെ മതശ്വാസനകൾ, ആ മതത്തിന്റെ നിയമങ്ങൾ അംഗീകരിച്ചുകൊണ്ടും അവ ജീവിതത്തിൽ പകർത്തിക്കൊണ്ടും ജീവിക്കണമെന്നുള്ള ആ അമാനത്ത് ആകാശങ്ങളുടെ മേൽ പ്രദർശിപ്പിച്ചപ്പോൾ, അതുപോലെ ഭൂമിയുടെ മേൽ പ്രദർശിപ്പിച്ചപ്പോൾ, പർവ്വതങ്ങളുടെ മേൽ അതെടുത്തു കാട്ടിയപ്പോൾ അതെല്ലാം വിസമ്മതിക്കുകയാണ് ചെയ്തത്. മനുഷ്യർ ഏറ്റെടുത്തു ഉന്നതമായൊരു ബാധ്യത മനുഷ്യർ ഏറ്റെടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ മനുഷ്യർക്ക് ഒട്ടനവധി സവിശേഷതകൾ നൽകിയെങ്കിൽ അവന്റെ ജീവിതത്തിൽ അവനൊരു ബാധ്യതയുണ്ട്, സവിശേഷമായൊരു ബാധ്യത. ഐഹിക ജീവിതത്തോടെ എരിഞ്ഞമർന്ന് തീരേണ്ടതല്ല മനുഷ്യരുടെ ജീവിതം. പല ആളുകളും അങ്ങനെ ധരിക്കുന്നവരുണ്ടായിരുന്നു. എക്കാലഘട്ടത്തിലും ഏത് സമൂഹത്തിലും ഒരു ന്യൂനപക്ഷം ഈ ഭൗതിക ലോകത്തോടുകൂടെ എല്ലാം നശിക്കുമെന്ന് വിശ്വസിക്കുകയും രണ്ടാമത് ഒരു ഉയർത്തിയെഴുന്നേൽപ്പില്ല എന്ന് വിശ്വസിക്കുകയും ചെയ്തിരുന്ന സമുദായമായിരുന്നു. ഐദാമിത്തിന വകുന്നാ തുറാബൻ ദാലിക റജഉൻ ബഈദ്. ഐദാമിത്തിന വകുന്നാ തുറാബൻ, സൂറത്തു ഖാഫിന്റെ ആദ്യത്തിൽ നമുക്ക് കാണാം, ഐദാമിത്തിന വകുന്നാ തുറാബൻ, നമ്മൾ മരണപ്പെടുകയും എന്നിട്ട് മണ്ണാവുകയും ചെയ്തതിനു ശേഷം ദാലിക റജഉൻ ബഈദ്, വീണ്ടും ഒരു ഉയർത്തിയെഴുന്നേൽപ്പുണ്ടെന്ന് പറഞ്ഞാൽ, വീണ്ടും മനുഷ്യരെ ഉയർത്തിയെഴുന്നേൽപ്പിക്കുമെന്ന് പറയുമ്പോൾ അതെത്ര വിദൂരമാണ്, അത് സംഭവിക്കുമോ എന്നതിൽ നമുക്ക് തീർച്ചയില്ല. അതെത്ര വിദൂരമാണ്, അങ്ങനൊന്നും സംഭവിക്കുവാനില്ല. ഇൻഹിയ ഇല്ലാ ഹയാതുന ദുനിയ നമൂതു വനഹിയ വമാ നഹ്നു ബിമബ്ഊസീൻ. ഇൻഹിയ ഇല്ലാ ഹയാതുന ദുനിയ, ഭൗതികമായ ജീവിതമല്ലാതെ മറ്റൊരു ജീവിതമില്ല. നമൂതു വനഹിയ, നമ്മൾ ജനിക്കുന്നു അതുപോലെ മരിക്കുന്നു, ജീവിക്കുകയും മരിക്കുകയും ഒക്കെ ചെയ്യുന്ന മനുഷ്യന്മാർ. വമാ നഹ്നു ബിമബ്ഊസീൻ, വീണ്ടും ഒരു ഉയർത്തിയെഴുന്നേൽപ്പ് മനുഷ്യർക്കില്ല എന്ന് വിശ്വസിക്കുന്നവർ ഏത് സമുദായത്തിലും ഒരു ന്യൂനപക്ഷം ഉണ്ടായിരുന്നുവെന്ന് ഖുർആൻ പറയുന്നു. എക്കാലഘട്ടത്തിലും ആധുനിക ലോകത്ത് സമകാലിക സാഹചര്യത്തിലും നമ്മൾ പരിശോധിക്കുമ്പോൾ മരണാനന്തര ജീവിതത്തെ തള്ളിക്കളയുന്ന, മരണാനന്തര ജീവിതത്തെ നിഷേധിക്കുന്ന ഭൗതികവാദികൾ നമുക്ക് കാണാൻ സാധിക്കും. ഇതുപോലെ എല്ലാ പ്രവാചകന്മാരുടെ കാലഘട്ടത്തിലും ഇത്തരം ഈ രൂപത്തിലുള്ള ഒരു വിഭാഗം. എന്നാൽ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ മരണത്തോടുകൂടെ അവസാനിക്കുന്നില്ല അവന്റെ ജീവിതം. ഇത്ര സവിശേഷതകൾ നൽകപ്പെട്ട മനുഷ്യൻ മരണത്തോടുകൂടെ എല്ലാം അവസാനിപ്പിക്കുമായിരുന്നുവെങ്കിൽ അവന്റെ ജീവിതം എരിഞ്ഞു തീരുകയും അതിനുശേഷം ഉയർത്തിയെഴുന്നേൽപ്പ് ഇല്ല എന്ന് വരികയും ചെയ്താൽ ഉന്നതമായ മനുഷ്യ സൃഷ്ടിപ്പിന്റെ ലക്ഷ്യം, സഹോദരങ്ങളെ, മനുഷ്യന്റെ ആ ജീവിതത്തിന്റെ മഹത്വം എങ്ങനെയാണ് അവന് ലഭിക്കുക?
നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. വിശുദ്ധ ഖുർആൻ പറയുന്നു, ഇല്ല, മരണത്തോടുകൂടെ മനുഷ്യന്റെ ജീവിതം അവസാനിക്കുന്നില്ല. ബലാ ഖാദിരീന അലാ അൻ നുസവ്വിയ ബനാന, ഇല്ല, അവന്റെ വിരൽ തുമ്പുകളെ പോലും ശരിപ്പെടുത്താൻ കഴിവുള്ളവനാണ് നാം. അവനെ വീണ്ടും ഉയർത്തിയെഴുന്നേൽപ്പിക്കാൻ നമ്മെ കൊണ്ട് കഴിയും. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് വിശുദ്ധ ഖുർആൻ മാനവലോകത്തോട് പ്രഖ്യാപിക്കുകയാണ്, മനുഷ്യരുടെ വിരൽ തുമ്പിന്റെ അടയാളങ്ങൾ വ്യത്യസ്തമാണ് എന്നൊരു ശാസ്ത്രശാഖയെ കുറിച്ച് വിശുദ്ധ ഖുർആൻ അവിടെ സൂചിപ്പിക്കുന്നു. മനുഷ്യരുടെ വിരൽ തുമ്പിന്റെ അടയാളങ്ങൾ വ്യത്യസ്തമാണ് എന്ന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ്, 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് വിശുദ്ധ ഖുർആൻ പ്രഖ്യാപിക്കുന്നു. അടുത്ത കാലഘട്ടത്തിലാണ് എന്ന് ആധുനിക ശാസ്ത്രം അത് കണ്ടെത്തിയത്. അതേ മനുഷ്യരെ, നിങ്ങളുടെ വിരൽ തുമ്പിന്റെ അടയാളങ്ങൾ വ്യത്യസ്തമാണ് എങ്കിൽ അതേ രൂപത്തിൽ തന്നെ പുനർസംവിധാനിക്കാൻ നിങ്ങളുടെ രക്ഷകന് കഴിയുമെന്ന് ഖുർആൻ അവിടെ പറയുന്നു. അതേപോലെ വിശുദ്ധ ഖുർആൻ അടിക്കടി മനുഷ്യരോട് ചോദിക്കുകയാണ്, മനുഷ്യരെ, നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ അയഹ്സബുൽ ഇൻസാൻ അയ്യുത്തറക സുദാ, വെറുതെ മനുഷ്യരെ നിങ്ങൾ ഉപേക്ഷിക്കപ്പെടുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? അതേപോലെ ഖുർആൻ ചോദിക്കുകയാണ്, അഫഹസിബ്തും അന്നമാ ഖലഖനാകും അബതാ, നിങ്ങളെ വെറുതെ സൃഷ്ടിച്ചതാണ് എന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്? അതേപോലെ വഅന്നകും ഇലൈനാ ലാ തുർജഊൻ, നിങ്ങൾ എന്നിലേക്ക് മടക്കപ്പെടുകയില്ല എന്നും നിങ്ങൾ ധരിക്കുന്നുണ്ടോ? എന്നാൽ അങ്ങനെയുള്ളൊരു ധാരണ ആവശ്യമില്ല. അങ്ങനെയായിരുന്നു എങ്കിൽ നമുക്ക് സമാധാനിക്കാമായിരുന്നു. മരണത്തോടുകൂടെ എല്ലാം അവസാനിക്കുകയും മരണത്തിന് ശേഷം ഒരു ഉയർത്തിയെഴുന്നേൽപ്പ് ഉണ്ടാകാതിരിക്കുകയും ചെയ്തിരുന്നുവെങ്കിൽ നമുക്ക് സമാധാനിക്കാമായിരുന്നു, ആശ്വസിക്കാമായിരുന്നു. പക്ഷേ മരണാനന്തര ശേഷം, മരണത്തിന് ശേഷം മനുഷ്യരുടെ അനന്തമായ മറ്റൊരു ലോകത്തേക്ക് മനുഷ്യൻ കാലെടുത്ത് വെക്കുകയാണ്. സുദീർഘമായൊരു ലോകത്തേക്ക് മനുഷ്യൻ കാലെടുത്ത് വെക്കുന്നു. മരണത്തോടുകൂടെ മറ്റൊരു ജീവിതത്തിന് തുടക്കം കുറിക്കുകയാണ്. ഒരു കവി പറഞ്ഞു, വലു അന്നാ ഇദാ മിത്നാ തുരിക്കിനാ ലകാനൽ മൗതു റാഹതു കുല്ലി ഹയ്യിൻ വലാകിന്നാ ഇദാ മിത്നാ ബുഇത്നാ വനസ്അലു ബഅദഹു അൻ കുല്ലി ഷൈഇൻ. വലു അന്നാ ഇദാ മിത്നാ തുരിക്കിനാ, നമ്മൾ മരിക്കുകയും മരണത്തോടുകൂടെ നമ്മെ ഉപേക്ഷിക്കുകയും ചെയ്തിരുന്നുവെങ്കിൽ ലകാനൽ മൗതു റാഹതു കുല്ലി ഹയ്യിൻ, എല്ലാ മനുഷ്യർക്കും മരണം ഒരു ആശ്വാസമാകുമായിരുന്നേനെ. പക്ഷേ വലാകിന്നാ ഇദാ മിത്നാ ബുഇത്നാ, പക്ഷേ നമ്മൾ മരിക്കുകയും ആ മരണത്തിന് ശേഷം നമ്മെ ഉയർത്തിയെഴുന്നേൽപ്പിക്കുകയും ചെയ്യുന്നു. വനസ്അലു ബഅദഹു അൻ കുല്ലി ഷൈഇൻ, അതിനുശേഷം നമ്മളോട് എല്ലാ കാര്യത്തെക്കുറിച്ചും ഹിസാബ് നടത്തുകയും ചെയ്യുന്നു, വിചാരണ നടത്തുന്നു, ചോദ്യം ചോദിക്കുന്നു. അങ്ങനെയുള്ളൊരവസ്ഥ മനുഷ്യനില്ലായിരുന്നുവെങ്കിൽ മനുഷ്യരായ നമുക്ക് ആശ്വസിക്കാമായിരുന്നു എന്നൊരു കവി സൂചിപ്പിച്ചുവെങ്കിൽ മനുഷ്യരുടെ ജീവിതത്തിന് ഉന്നതമായൊരു ലക്ഷ്യമുണ്ട് എന്നാണ് ഖുർആൻ പറയുന്നത്. മനുഷ്യരുടെ ജീവിതത്തെ സംവിധാനിച്ചത് അവൻ നന്മ ചെയ്ത് ഉന്നതി പ്രാപിക്കുമോ, അതോ തിന്മ ചെയ്ത് അധോഗതിയുടെ പടവുകൾ താണ്ടി തകർന്ന് തരിപ്പിണമാകുമോ എന്ന് പരീക്ഷിക്കാൻ വേണ്ടിയാണ് പ്രപഞ്ചനാഥൻ മനുഷ്യന്റെ ജീവിതത്തെ സംവിധാനിച്ചത്. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ മുൽക്കിന്റെ ആദ്യത്തിൽ തന്നെ സൂചിപ്പിക്കുന്നത് അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമലാ. അല്ലദീ, അവൻ ഖലഖൽ മൗത വൽ ഹയാത, അവൻ ജീവിതത്തെയും മരണത്തെയും സംവിധാനിച്ചു. എന്തിനു വേണ്ടിയാണ്? ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമലാ, നിങ്ങളിൽ ആരാണ് ഏറ്റവും ഉന്നതമായ ഏറ്റവും നല്ല പ്രവർത്തനം ചെയ്യുന്നത് എന്ന് നിങ്ങളെ പരീക്ഷിക്കാൻ വേണ്ടിയാണ് അള്ളാഹു നിങ്ങൾക്ക് ജീവിതത്തെ സംവിധാനിച്ചത്, മരണത്തെ സംവിധാനിച്ചത് അതിനു വേണ്ടിയാണ് എന്ന് ഖുർആൻ അവിടെ പറയുന്നു. സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആൻ വീണ്ടും ഇത് ആവർത്തിച്ച് നമ്മെ പഠിപ്പിക്കുകയാണ്. വിശുദ്ധ ഖുർആൻ മനുഷ്യന്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഇന്നാ ഖലഖനൽ ഇൻസാന മിൻ നുത്ഫത്തിൻ അംശാജിൻ നബ്തലീൻ ഫജഅൽനാഹു സമീഅൻ ബസീറാ. വിശുദ്ധ ഖുർആനിൽ 76-ാം അധ്യായം സൂറത്തുൽ ഇൻസാനിന്റെ 2-ാമത്തെ വചനത്തിൽ അല്ലാഹു പറയുന്നു, ഇന്നാ ഖലഖനൽ ഇൻസാൻ, മനുഷ്യനെ നാം സൃഷ്ടിച്ചിരിക്കുന്നു, മിൻ നുത്ഫത്തിൻ അംശാജിൻ, മിശ്രിതമായ കൂടിക്കലർന്ന ഇന്ദ്രിയത്തുള്ളിയിൽ നിന്നാണ് മനുഷ്യനെ നാം സൃഷ്ടിച്ചിട്ടുള്ളത്. എന്തിനു വേണ്ടിയാണ് അവനെ സൃഷ്ടിച്ചത്? നബ്തലീ, അവനെ പരീക്ഷിക്കാൻ വേണ്ടിയാണ്, അവളെ പരീക്ഷിക്കാൻ വേണ്ടിയാണ്. മനുഷ്യരെ പരീക്ഷിക്കണം. അവന്റെ ജീവിതം പരീക്ഷണത്തിന്റെ ജീവിതമാണ്. നബ്തലീഹി ഫജഅൽനാഹു സമീഅൻ ബസീറാ, എന്നിട്ടവനെ എല്ലാം കേൾക്കുന്നവനും കാണുന്നവനുമാക്കുകയും ചെയ്തിരിക്കുന്നു. കേൾക്കാനും കാണാനുമുള്ള കഴിവ് മനുഷ്യന് നൽകി. അങ്ങനെ കാര്യങ്ങൾ ചിന്തിക്കുകയും മനസ്സിലാക്കുകയും കണ്ടു പഠിക്കുകയും ചെയ്ത് ഉന്നതമായ ഒരു ജീവിതത്തിലേക്ക് കാലെടുത്തു വെക്കാൻ, നിത്യശാന്തിയുടെ ഭവനമായ സ്വർഗത്തിലേക്ക് കടന്നു ചെല്ലാൻ
അങ്ങനെ ഈ ഭൗതിക ലോകത്ത് നന്മ ചെയ്ത് ഉന്നതി പ്രാപിച്ച് അവന്റെ അസ്തിത്വത്തിന്റെ ഉന്നതമായ സാധ്യതകളിൽ എത്തിപ്പെടാനാണ് മനുഷ്യനെ അവന്റെ ജീവിതത്തെ സംവിധാനിച്ചത് എന്ന് ഖുർആൻ പറയാൻ. ഇതാണ് മനുഷ്യന്റെ സൃഷ്ടിപ്പിന്റെ ലക്ഷ്യം. വെറുതെ സൃഷ്ടിച്ചതല്ല, പരമമായൊരു ലക്ഷ്യത്തെക്കുറിച്ച് ഖുർആൻ സംസാരിക്കുന്നുണ്ട്. മനുഷ്യന്റെ സൃഷ്ടിപ്പിൽ പരമമായൊരു ലക്ഷ്യമുണ്ട്. അത് ഖുർആൻ പറയുന്നത് അള്ളാഹുവിനെ മാത്രം ആരാധിക്കാൻ, റബ്ബ് തമ്പുരാനെ മാത്രം ആരാധിക്കാൻ, അതിനുവേണ്ടിയാണ് മനുഷ്യരെ സൃഷ്ടിച്ചത്. മനുഷ്യന്റെ ജീവിതത്തിന്റെ ഏറ്റവും സുപ്രധാനമായ ലക്ഷ്യം അതാണ്. വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ് ഇല്ലാ ലിയഅബ്ദൂൻ. വമാ ഖലഖ്തുൽ ജിന്ന, ജിന്നുവർഗത്തെ നാം സൃഷ്ടിച്ചിട്ടില്ല, വൽ ഇൻസ, മനുഷ്യരെയും നാം സൃഷ്ടിച്ചിട്ടില്ല, ഇല്ലാ ലിയഅബ്ദൂൻ, എന്നെ അവർ ആരാധിക്കാൻ വേണ്ടിയല്ലാതെ. അള്ളാഹുവിനെ ആരാധിക്കാൻ വേണ്ടിയാണ് മനുഷ്യരെ സൃഷ്ടിച്ചത്. ജിന്നുവർഗത്തെയും അങ്ങനെ തന്നെയാണ് സൃഷ്ടിച്ചത്. ആ ലക്ഷ്യത്തിന് വേണ്ടിയാണ് സൃഷ്ടിച്ചത്. മറ്റൊന്നും പടച്ച തമ്പുരാന് നമ്മൾ നൽകേണ്ടതില്ല. ഖുർആൻ പറയുന്നു, വമാ ഉരീദു മിൻഹും മിൻ റിസ്ഖിൻ വമാ ഉരീദു അൻ യുത്ഇമൂൻ. വമാ ഉരീദു മിൻഹും, മനുഷ്യരിൽ നിന്നും ജിന്നുകളിൽ നിന്നും നാം ഉദ്ദേശിക്കുന്നില്ല, മിൻ റിസ്ഖിൻ, ഒരു ഉപജീവനവും അവർ എനിക്ക് നൽകേണ്ടതില്ല. വമാ ഉരീദു അൻ യുത്ഇമൂൻ, അവരെന്നെ ഭക്ഷിപ്പിക്കണമെന്നും ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അവരെനിക്ക് ഭക്ഷണം നൽകേണ്ടതില്ല, അവരെനിക്ക് സഹായങ്ങൾ നൽകേണ്ടതില്ല, ഉപജീവനങ്ങൾ അവരെനിക്ക് നൽകേണ്ടതില്ല. അവരെനിക്ക് നൽകേണ്ടത് ആരാധനയാണ്. സഹോദരങ്ങളെ, മനുഷ്യ മനസ്സിന്റെ സ്വാഭാവികതയാണ് നന്മകൾ ചെയ്തു കൊടുത്തവർക്ക് പ്രത്യുപകാരം ചെയ്യണമെന്നുള്ളത്. എന്റെയും നിങ്ങളുടെയും മനസ്സിന്റെ സ്വാഭാവികതയാണ്. സത്യമാണത്. നമ്മെ സഹായിച്ചാൽ, നമ്മെ ഒരു സഹോദരൻ സഹായിച്ചാൽ, ആപൽഘട്ടങ്ങളിൽ നമ്മെ ഒരാൾ രക്ഷിച്ചാൽ അവനെ തിരിച്ചു രക്ഷിക്കണമെന്നും അല്ലെങ്കിൽ അവന് പ്രത്യുപകാരം നൽകണമെന്നും നമ്മുടെ മനസ്സ് കൊതിക്കാറുണ്ട്. അത് സ്വാഭാവികതയാണ്. എന്നാൽ റബ്ബ് തമ്പുരാൻ പ്രപഞ്ചനാഥൻ നമ്മുടെ ജീവിതത്തിലേക്ക് കണ്ണോടിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിന്റെ വ്യത്യസ്ത മേഖലകളിൽ എണ്ണിയാലൊടുങ്ങാത്ത അപാരമായ അത്യപാരമായ അനുഗ്രഹങ്ങളുടെ കൂമ്പാരങ്ങൾ മനുഷ്യന് വേണ്ടി റബ്ബ് തമ്പുരാൻ നൽകിയിട്ടുണ്ട്. ആത്മാർത്ഥമായി പഠന വിധേയമാക്കുമ്പോൾ, ചിന്തിക്കുമ്പോൾ, മനനം ചെയ്യുമ്പോൾ റബ്ബിന്റെ അനുഗ്രഹങ്ങൾ എത്രയാണ് എന്ന് തിട്ടപ്പെടുത്താൻ മനുഷ്യരെ കൊണ്ട് സാധ്യമല്ല. മനുഷ്യന്റെ സ്വാഭാവികതയാണ് അതേ റബ്ബിന് പ്രത്യുപകാരം നൽകണം, പടച്ച തമ്പുരാന് പ്രത്യുപകാരം നൽകണം, അതിന് പകരമായി എന്തെങ്കിലും റബ്ബിന് നൽകണം. അതേ, റബ്ബിന് നമ്മുടെ സഹായങ്ങൾ ആവശ്യമില്ല. കാരണം അസ്സമദ്, അവൻ നിരാശ്രയനാണ്, ആരെയും ആശ്രയിക്കേണ്ടതില്ല. അൻതുമുൽ ഫുഖറാഉ ഇലല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിലേക്ക് ആവശ്യമുള്ളവരാണ്. ഒരിക്കലും അല്ലാഹു നിങ്ങളിൽ നിന്നൊന്നും ആവശ്യപ്പെടുന്നില്ല. അവൻ ഗനിയാണ്, ഐശ്വര്യവാനാണ്. നിങ്ങളുടെ സഹായ ഹസ്തങ്ങൾ അവൻ ആവശ്യമില്ല. നിങ്ങളുടെ ഉപജീവനം അവൻ ആവശ്യമില്ല. നിങ്ങളിൽ നിന്ന് എന്തെങ്കിലും ഭക്ഷണ പദാർത്ഥങ്ങൾ അവൻ ആവശ്യമില്ല. നിങ്ങളുടെ ഭക്ഷണം അവൻ കാക്ഷിക്കുന്നില്ല. എന്നാൽ അനുഗ്രഹങ്ങളുടെ കൂമ്പാരങ്ങൾ മനുഷ്യലോകമേ നിങ്ങൾക്ക് ചെയ്തു തന്നതിന് നിങ്ങൾ അവന് ചെയ്യേണ്ട ഉന്നതമായൊരു ലക്ഷ്യമുണ്ട്, ഉന്നതമായൊരു കടമയുണ്ട്, ബാധ്യതയുണ്ട് നിങ്ങൾക്ക്. അതെന്താണ്? നിങ്ങളുടെ ജീവിതത്തിന്റെ നിഖിലമണ്ഡലങ്ങളിലും നാഥനെ ഓർക്കുകയും അവന് ശുക്ർ ചെയ്യുകയും ആരാധനകളുടെ സകല ഭാവങ്ങളും റബ്ബിനെ മാത്രം അർപ്പിക്കുകയും ചെയ്യുക എന്നുള്ളത് മനുഷ്യരെ നിങ്ങളുടെ ബാധ്യതയാണ്. അവന് മാത്രം അവകാശപ്പെട്ട ആരാധനകളുടെ ഏതെങ്കിലും ഒരു ഭാവം മറ്റാർക്കെങ്കിലും മുമ്പിൽ അവതരിപ്പിച്ചാൽ നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയ അക്രമമായിരിക്കും അത് എന്നാണ് ഖുർആൻ സൂചിപ്പിക്കുന്നത്. മറ്റാർക്കു മുമ്പിലും ആരാധനകൾ അർപ്പിക്കാൻ പാടില്ല, മറ്റാരോടും പ്രാർത്ഥിക്കാൻ പാടില്ല, മറ്റാരോടും സഹായം തേടാൻ പാടില്ല. ഏതുപോലെ പ്രാർത്ഥനയുടെ പര്യായമായ സഹായം തേട്ടം ഒരിക്കലും സൃഷ്ടിജാലങ്ങളോട് മനുഷ്യൻ ചെയ്യാൻ പാടില്ല. മരിച്ചവരാകട്ടെ, ജീവിച്ചിരിക്കുന്നവരാകട്ടെ, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മൺമറഞ്ഞവരാകട്ടെ, ആരോടാണെങ്കിലും ആരാധനകളുടെ ഒരു ഭാവവും അവർക്ക് മുമ്പിൽ അവതരിപ്പിക്കാൻ പാടില്ല. മനുഷ്യരെ, ജിന്നുവർഗമേ, എന്നെ നിങ്ങൾ ആരാധിക്കണം. നിങ്ങളെ സൃഷ്ടിച്ചതിന്റെ ഉന്നതമായ ഉദാത്തമായ ലക്ഷ്യം അതാണ് എന്ന് ഖുർആൻ സൂചിപ്പിക്കുന്നു. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു തആലയോട് പറഞ്ഞു. എന്താണ് പറഞ്ഞത്? മുആദേ, അല്ലാഹുവിന് മനുഷ്യരോടുള്ള കടമയെക്കുറിച്ച്, ബാധ്യതയെക്കുറിച്ച് നിനക്കറിയുമോ? അതേപോലെ മനുഷ്യർ അല്ലാഹുവിന് ചെയ്യേണ്ട ബാധ്യതകളെ കുറിച്ച് നിനക്കറിയുമോ എന്ന് മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു തആലയോട് റസൂലുള്ളാഹി ഒരിക്കൽ ചോദിക്കുകയുണ്ടായി. യാ മുആദേ, ഹൽ തദ്രി ഹഖ്ഖുല്ലാഹി അലാ ഇബാദിഹി, അല്ലാഹുവിനോട് അവന്റെ അടിമകൾ ചെയ്യേണ്ട ബാധ്യത, കടപ്പാട് നിനക്കറിയുമോ? അതേപോലെ അദ്ദേഹം ചോദിക്കുകയാണ്, റസൂലുള്ളാഹി പറയുകയാണ്, വമാ ഹഖ്ഖുൽ ഇബാദി അലല്ലാഹ്, അല്ലാഹുവിന് അവന്റെ ദാസന്മാരോട്, അടിമകളോട് ചില കടപ്പാടുണ്ട്, അതെന്താണെന്ന് നിനക്കറിയുമോ?
ആ സമയത്ത് ഖുൽതു മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു തആല പറയുന്നു, ഞാൻ പറഞ്ഞു, അല്ലാഹു വറസൂലുഹു അഅലം, അല്ലാഹുവിനെ അവന്റെ റസൂലിനെ അറിയുള്ളൂ, ഞങ്ങൾക്കറിയില്ല, അതുകൊണ്ട് പറഞ്ഞു തന്നാലും പ്രവാചകരെ. റസൂലുള്ളാഹി പറഞ്ഞു, ഫഇന്ന ഹഖ്ഖല്ലാഹി അലൽ ഇബാദ്, മനുഷ്യരായ ദാസന്മാർ, അടിമകൾ, മനുഷ്യർക്ക് ഒരു കടമയുണ്ട് അല്ലാഹുവിനോട്. അതെന്താണ്? അയ്യഅബ്ദൂഹു വലാ യുശ്രികൂ ബിഹി ഷൈആ, അയ്യഅബ്ദൂഹു, നിങ്ങൾ അവനെ ആരാധിക്കണം, വലാ യുശ്രികൂ ബിഹി ഷൈആ, അവനിൽ ഒരാളെയും നിങ്ങൾ പങ്കുചേർക്കരുത്, അവനെ മാത്രം ആരാധിക്കണം, നിങ്ങൾ മറ്റൊരാളെയും പങ്കുചേർക്കരുത്. ഇത് അടിമകളായ നമ്മൾ മനുഷ്യർ അല്ലാഹുവിന് ചെയ്യേണ്ട ബാധ്യതയാണ്. അതേപോലെ റസൂലുള്ള പറഞ്ഞു, വഹഖുൽ ഇബാദി അലല്ലാഹ്, അടിമകൾക്ക് അല്ലാഹു ചെയ്തു കൊടുക്കേണ്ട ഒരു ബാധ്യതയുണ്ട്, ഒരു കടപ്പാടുണ്ട്. അതെന്താണ്? അല്ലാ യുഅദ്ദിബ മൻ ലാ യുശ്രികു ബിഹി ഷൈആ, അല്ലാഹുവിൽ ഒരാളെയും പങ്കു ചേർക്കാതെ ആരാധനകളൊക്കെ റബ്ബിന്റെ മുമ്പിൽ അവതരിപ്പിച്ച് റബ്ബിൽ നിന്ന് പ്രതീക്ഷിച്ച് പടച്ചതമ്പുരാനിലേക്ക് കൈ ഉയർത്തിയ, ഒരിക്കലും ശിർക്ക് വരാത്ത അടിമകളായ ആ അടിമകളെ ശിക്ഷിക്കാതിരിക്കുക എന്നത് അള്ളാഹുവിന്റെ മേലുള്ള ബാധ്യതയാണ്. സഹോദരങ്ങളെ, നമുക്ക് പ്രതീക്ഷ നൽകുന്ന ഒരു സൂക്തം, പ്രവാചക വചനം. അതെ, അള്ളാഹുവിൽ പങ്കുചേർക്കാത്ത മനുഷ്യന്മാർക്ക് ശിക്ഷയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പടച്ചതമ്പുരാൻ അവന്റെ അടിമകളോട് ചെയ്യേണ്ട ഒരു ബാധ്യതയായി നമുക്ക് വിശദീകരിച്ചു തരികയാണ്. ശിർക്ക് ചെയ്യാത്ത മനുഷ്യന്മാർ അവന്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ അവർക്ക് വകയുണ്ട് എങ്കിൽ, അങ്ങനെ അവർക്ക് പ്രതീക്ഷ നൽകുന്നുണ്ട് എങ്കിൽ അതെത്ര മഹത്തരമാണ്. അതേ, പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൽ തൗഹീദിനുള്ള, ഏകദൈവ വിശ്വാസത്തിനുള്ള പ്രാധാന്യമാണത്. അത്ര പ്രാധാന്യമുണ്ട് ഏകദൈവ വിശ്വാസത്തിന്. പക്ഷേ പലപ്പോഴും പല ആളുകളും പല സംഘടനകളും ഇതിന്റെ പ്രാധാന്യം ഉൾക്കൊള്ളാറില്ല. ജനങ്ങളെ നമസ്കാരത്തിലേക്ക് ക്ഷണിക്കുന്നവർ ഇസ്ലാമിന്റെ അഖീദയെ വിസ്മരിച്ചവരാണ്. അതേപോലെ ജനങ്ങളെ മറ്റുള്ള രാഷ്ട്രീയ രംഗത്തേക്ക് ക്ഷണിക്കുന്ന മനുഷ്യന്മാർ ഒരിക്കലും ഇസ്ലാമിന്റെ ആധാരശിലയായ അടിസ്ഥാന സിദ്ധാന്തമായ ഏകദൈവ ദർശനത്തെ സംബന്ധിച്ച്, ഏകദൈവ സിദ്ധാന്തത്തെ സംബന്ധിച്ച് മനസ്സിലാക്കാതെ പോയി എന്നുള്ളത് ദുഃഖമാണ്, പറയാതിരിക്കാൻ നിർവാഹമില്ല. ഈ ലോകത്തേക്ക് കടന്നു വന്ന സകല പ്രവാചകന്മാരും തങ്ങളുടെ പ്രബോധിത സമൂഹത്തോട് ആദ്യമായി പ്രബോധനമായി നിർവഹിച്ചത്, അവരെ ക്ഷണിച്ചത് സ്വർഗത്തിലേക്ക് ക്ഷണിക്കാൻ വേണ്ടിയാണ്, നിത്യശാന്തിയിലേക്ക് ക്ഷണിക്കാൻ വേണ്ടിയാണ്. പ്രവാചക പുങ്കവന്മാർ ഈ ഭൗതിക ലോകത്തേക്ക് കടന്നു വന്നത് എങ്കിൽ സ്വർഗലോകത്തേക്ക് കടന്നു പോകുവാനുള്ള ഒന്നാമത്തെ കാരണം, ഒന്നാമത്തെ ബാധ്യതയായി അവർക്ക് പറഞ്ഞു കൊടുത്തത്, ഈ ലോകത്തെ സൃഷ്ടിച്ച, നിങ്ങൾക്ക് അനുഗ്രഹങ്ങൾ നൽകിയ ഏകനായ രക്ഷകനെ മാത്രം ആരാധിക്കണേ എന്നായിരുന്നു എല്ലാ പ്രവാചകന്മാരും അവരുടെ പ്രബോധിത സമൂഹത്തോട് പറഞ്ഞത്. ഞാൻ ആമുഖമായി നിങ്ങളുടെ മുമ്പിൽ ഓതിവെച്ച സൂക്തം വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ അംബിയായിലെ ഒരു വചനമാണ്. എന്താണ് ആ വചനത്തിൽ പറയുന്നത്? വമാ അർസൽനാ മിൻ ഖബലിക മിർ റസൂലിൻ ഇല്ലാ നൂഹി ഇലൈഹി അന്നഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅബ്ദൂൻ. വമാ അർസൽനാ, നാം നിയോഗിച്ചിട്ടില്ല, മിൻ ഖബലിക, നിങ്ങൾക്ക് മുമ്പ് പ്രവാചകരെ നാം നിയോഗിച്ചിട്ടില്ല, മിർ റസൂലിൻ, ഒരു ദൈവദൂതനെയും നാം നിയോഗിച്ചിട്ടില്ല, ഇല്ലാ നൂഹി ഇലൈഹി, അദ്ദേഹത്തിന് നാം ദിവ്യബോധനം നൽകിയിട്ടല്ലാതെ. എന്താണ് ആ പ്രവാചകന്മാർക്കൊക്കെ നാം ദിവ്യബോധനമായി നൽകിയത്? അന്നഹു ലാ ഇലാഹ ഇല്ലാ, ഞാനല്ലാതെ മറ്റൊരു ഇലാഹില്ല, ഏകനായ ആരാധ്യൻ ഞാൻ മാത്രമാകുന്നു. അന ഫഅബ്ദൂൻ, എന്നെ മാത്രമേ നിങ്ങൾ ആരാധിക്കാൻ പാടുള്ളൂ. എല്ലാ ദൈവദൂതന്മാരും പ്രബോധനം ചെയ്തതാണ്. വിശുദ്ധ ഖുർആനിൽ വ്യത്യസ്തമായ വചനങ്ങൾ വിശുദ്ധ ഖുർആൻ ഇത് ആവർത്തിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. വലഖദ് ബഅത്നാ ഫീ കുല്ലി ഉമ്മത്തിൻ റസൂലാ അൻ ഇഅ്ബുദുല്ലാഹ വജ്തനിബുത് താഗൂത്ത്. വിശുദ്ധ ഖുർആനിൽ 16-ാം അധ്യായം സൂറത്തുൻ നഹ്ലിന്റെ 36-ാമത്തെ വചനം, വലഖദ് ബഅത്നാ ഫീ കുല്ലി ഉമ്മത്തിൻ റസൂലാ, എല്ലാ സമൂഹങ്ങളിലേക്കും പ്രവാചകന്മാരെ നാം നിയോഗിച്ചിട്ടുണ്ട്. എന്താണ് ആ പ്രവാചകന്മാർ പ്രബോധനം ചെയ്തത്? അൻ ഇഅ്ബുദുല്ലാഹ്, അല്ലാഹുവിനെ നിങ്ങൾ ആരാധിക്കണേ. വജ്തനിബുത് താഗൂത്ത്, ദുർമൂർത്തികളെ കൈവെടിഞ്ഞ് അല്ലാഹുവിനെ മാത്രം നിങ്ങൾ ആരാധിക്കണേ എന്ന് പറയാനാണ് എല്ലാ പ്രവാചകന്മാരും നിയോഗിച്ചത്. അതേപോലെ തന്നെ ആ അധ്യായത്തിൽ തന്നെ നമുക്ക് കാണാം, സൂറത്തുൻ നഹലിന്റെ 16-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വചനത്തിൽ നമ്മെ ചിന്തിപ്പിക്കുന്ന ഒരു വചനം വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ സാധിക്കും. യുനസ്സിലുൽ മലായികത ബിർറൂഹി മിൻ അംരിഹി അലാ മൻ യശാഉ മിൻ ഇബാദിഹി അൻ അൻദിറു അന്നഹു ലാ ഇലാഹ ഇല്ലാ അന ഫത്തഖൂൻ. യുനസ്സിലുൽ മലായിക, മലക്കുകൾ അവതീർണമാകുന്നു.
മലക്കുകൾ ഇറങ്ങി വരുന്നു. ബിർറൂഹി മിൻ അംരിഹി, റബ്ബിന്റെ പ്രപഞ്ചനാഥന്റെ കൽപ്പനകളിൽ ചൈതന്യവത്തായ ഒരു കൽപ്പനയുമായി അള്ളാഹുവിന്റെ മലക്കുകൾ ഇറങ്ങി വരുന്നു. അലാ മൻ യശാഉ മിൻ ഇബാദിഹി, അവന്റെ അടിമകളിൽ അവൻ ഉദ്ദേശിക്കുന്നവർക്ക്. എന്താണ് മലക്കുകൾ അവരോട് പറയുന്നത്? അൻ അൻദിറൂ, നിങ്ങൾ താക്കീത് നൽകണേ. എന്താ താക്കീത് നൽകേണ്ടത്? അന്നഹു ലാ ഇലാഹ ഇല്ലാ, അന്നഹു ലാ ഇലാഹ ഇല്ലാന്, ഞാനല്ലാതെ ഒരു ആരാധ്യനില്ല, അതുകൊണ്ട് മറ്റാരെയും ആരാധിക്കരുത്, എന്നെ മാത്രം ആരാധിക്കണേ എന്ന് ജനങ്ങളോട് പറയണേ. എന്നെ ആരാധിക്കാത്തവർ നരകലോകത്തിൽ പതിക്കുമെന്ന് നിങ്ങൾ താക്കീത് നൽകണേ. ഫത്തഖൂൻ, എന്നെ നിങ്ങൾ സൂക്ഷിക്കുകയും ചെയ്യണേ. ഇത് പറഞ്ഞുകൊണ്ട് ഈ ദിവ്യബോധനം നൽകാൻ വേണ്ടി അള്ളാഹുവിന്റെ കൽപ്പനയിൽ ഏറ്റവും ചൈതന്യവത്തായ ഏകദൈവ സിദ്ധാന്തത്തിന്റെ കൽപ്പനയുമായി അള്ളാഹുവിന്റെ ദൂതന്മാരായ മലക്കുകൾ അവൻ ഉദ്ദേശിക്കുന്ന അടിമകളുടെ മേൽ അവതരിക്കുമെന്ന് ഖുർആൻ പറയുന്നു. അത്ര പ്രാധാന്യമുള്ള ഒരു വിഷയമാണിത്. ലാ ഇലാഹ ഇല്ലല്ലാഹ്, അള്ളാഹുവിനെ അല്ലാതെ മറ്റാരെയും ആരാധിക്കുകയില്ല എന്ന് ഇസ്ലാമിലേക്ക് കടന്നു വരുമ്പോൾ ഒരു മനുഷ്യൻ പ്രവേശനവാക്യമായി ഉച്ചരിക്കുന്ന വചനം വളരെ പ്രാധാന്യത്തോടുകൂടെ നമ്മൾ അതിനെ മനസ്സിലാക്കണം. സഹോദരങ്ങളെ, ശിർക്ക് ചെയ്ത ഒരു മനുഷ്യൻ, ആ മനുഷ്യനിൽ അവന്റെ പാപങ്ങളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു പൊറുക്കുകയില്ല, അവന്റെ പാപങ്ങൾ പൊറുക്കുകയില്ല. ശിർക്കെന്ന പാപവും പടച്ച തമ്പുരാൻ പൊറുക്കുകയില്ല. വിശുദ്ധ ഖുർആൻ ഗണ്യതമായി പറയുന്നു, എത്ര ഹതഭാഗ്യർ മറ്റാരുണ്ട്. ശിർക്ക് ചെയ്ത മനുഷ്യന്റെ പാപം പടച്ച തമ്പുരാൻ ഒരിക്കലും പൊറുക്കുകയില്ലെന്ന് പറയുമ്പോൾ അതിന്റെ ഗൗരവം എത്രത്തോളമാണ്. വിശുദ്ധ ഖുർആനിൽ സൂറത്തു നിസാ 4-ാം അധ്യായത്തിന്റെ 48-ാമത്തെ വചനത്തിൽ ഖുർആൻ പറയുവാൻ, ഇന്നല്ലാഹ ലാ യഗ്ഫിറു അയ്യുശ്റക ബിഹി, അല്ലാഹുവിൽ ശിർക്ക് ചെയ്ത മനുഷ്യന് അല്ലാഹു ഒരിക്കലും പുറത്തു കൊടുക്കുകയില്ല. അവന്റെ ആ പാപം റബ്ബ് തമ്പുരാൻ പൊറുക്കുകയില്ല. വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ, അതല്ലാത്ത ഏത് പാപങ്ങളും അവൻ ഉദ്ദേശിക്കുന്നവർക്ക് പുറത്തു കൊടുക്കും. പക്ഷേ ശിർക്ക് എന്ന മഹാപാപം റബ്ബ് പുറത്തു കൊടുക്കുകയില്ല. വമൻ യുശ്രിക് ബില്ലാഹ് ഫഖദ് ഇഫ്തറാ ഇസ്മൻ അളീമാ, ആരെങ്കിലും ശിർക്ക് ചെയ്തു കഴിഞ്ഞാൽ അവൻ ഏറ്റവും മഹാപാപമാണ്, വമ്പിച്ച പാതകമാണ് റബ്ബിന്റെ മേൽ അവൻ കെട്ടിച്ചമച്ചത് എന്ന് ഖുർആൻ പറയുന്നു. ശിർക്ക് പൊറുക്കുകയില്ല. എത്ര ഗൗരവത്തോടുകൂടെയാണ് നമ്മൾ കാണേണ്ടത്. പരിസരങ്ങളിൽ നമ്മളുമായി ബന്ധപ്പെട്ട ആളുകൾ ശിർക്കിൽ മുഴുകി ജീവിക്കുമ്പോൾ സഹോദരങ്ങളെ, നമുക്കെങ്ങനെ സമാധാനിക്കാൻ കഴിയും? സ്വർഗത്തിലേക്ക് അവരെയും ക്ഷണിക്കേണ്ടവരാണ് നമ്മൾ. താൻ ഇഷ്ടപ്പെടുന്നത് തന്റെ സഹോദരൻ ഇഷ്ടപ്പെടാതെ നിങ്ങൾ ആരും മുസ്ലിമീങ്ങളാവുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞുവെങ്കിൽ, അതേ നിത്യശാന്തിയുടെ ഭവനമായ സ്വർഗത്തിലേക്ക് തന്റെ സഹോദരനെ ക്ഷണിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമല്ലേ? അവന്റെ ആ പാപം ഒരിക്കലും അല്ലാഹു പുറത്തു കൊടുക്കുകയില്ലെങ്കിൽ നാളെ പരലോകത്ത് താപത്തിന്റെ, കോപത്തിന്റെ, പ്രയാസജനകമായ നരകലോകത്തിൽ അവൻ പതിക്കുമെന്ന് സഹോദരങ്ങളെ നമ്മൾ ഭയപ്പെടേണ്ടതില്ലേ? ശിർക്ക് ചെയ്യുന്ന മനുഷ്യന്മാർ അവരുടെ ഏത് കർമ്മങ്ങളാകട്ടെ, ആ കർമ്മങ്ങൾ അല്ലാഹു അവർക്ക് ഒരിക്കലും സ്വീകരിക്കുകയില്ല. ശിർക്ക് ചെയ്യുന്ന ആളുകളുടെ കർമ്മങ്ങൾ, സൽക്കർമ്മങ്ങൾ അല്ലാഹു സ്വീകരിക്കുകയില്ല. മുശ്രിക്ക് ഏത് സൽക്കർമ്മങ്ങൾ ചെയ്താലും, എത്ര ഉന്നതമായ കർമ്മങ്ങൾ ചെയ്താലും അവരിൽ നിന്ന് ഒരിക്കലും അത് സ്വീകരിക്കുകയില്ല. വിശുദ്ധ ഖുർആനിൽ 39-ാം അധ്യായം സൂറത്തു സുമറിന്റെ 65-ൽ അല്ലാഹു പറഞ്ഞത്, വലഖദ് ഊഹിയ ഇലൈക വഇലല്ലദീന മിൻ ഖബ്ലിക ലഇൻ അശ്റക്ത ലയഹ്ബതന്ന അമലുക വലതകൂനന്ന മിനൽ ഖാസിരീൻ. പ്രവാചകരെ, വലഖദ് ഊഹിയ ഇലൈക, നിങ്ങളിലേക്ക് നാം ദിവ്യബോധനമായി നൽകിയിരിക്കുന്നു. വഇലല്ലദീന മിൻ ഖബ്ലിക, നിങ്ങൾക്ക് മുമ്പ് കടന്നു വന്ന പ്രവാചകന്മാർക്കും നാം ദിവ്യബോധനമായി നൽകിയ ഒരു കാര്യമുണ്ട്. അതെന്താണ്? ലഇൻ അശ്റക്ത, നിങ്ങളെങ്ങാനും റബ്ബിൽ പങ്കുചേർത്ത് കഴിഞ്ഞാൽ ലയഹ്ബതന്ന അമലുക, നിങ്ങളുടെ കർമ്മങ്ങളെല്ലാം നിഷ്ഫലമായി പോകുന്നതാണ്. എല്ലാ കർമ്മങ്ങളും നിഷ്ഫലമാവും. വലതകൂനന്ന മിനൽ ഖാസിരീൻ, നിങ്ങൾ നട്ടക്കാരിൽ പെട്ടുപോകുകയും ചെയ്യും. പ്രവാചകരെ, റസൂലുള്ളാഹിയുള്ള അഭിസംബോധനയാണ് വിശുദ്ധ ഖുർആനിൽ ഇത്. സഹോദരന്മാരെ, എത്ര ഗൗരവമാണ്, എത്ര പ്രാധാന്യത്തോടുകൂടെ ഈ വിഷയത്തെ നമ്മൾ കാണണം. എത്ര നന്മകൾ ചെയ്താലും, എത്ര നന്മകൾ ചെയ്തു കൂട്ടിയാലും അത് സ്വീകാര്യയോഗ്യമാവുകയില്ല. ഒരു ലളിതമായ ഉദാഹരണത്തിലൂടെ നമുക്കത് മനസ്സിലാക്കാം. നമ്മുടെ വീടുകളിലേക്ക് വിരുന്നുകാർ കടന്നു വരാറുണ്ട്, അതിഥികൾ വരാറുണ്ട്. ആ അതിഥികൾക്ക് വേണ്ടി വിഭവസമൃദ്ധമായ സദ്യ നമ്മൾ സംവിധാനിക്കാറുണ്ട്. സഹോദരങ്ങളെ, ഒരു സുപ്രഭാതത്തിൽ
നമ്മുടെ വീട്ടിലേക്ക് കടന്നു വന്ന അതിഥികൾ അവർക്ക് സുന്ദരമായ വിഭവസമൃദ്ധമായ ഒരു സദ്യ നമ്മൾ സംവിധാനിക്കുകയും അങ്ങനെ ആ സദ്യ അവർക്ക് വിളമ്പാൻ സമയത്ത് ആ സദ്യയിൽ എന്തെങ്കിലും ഒരു മലിന വസ്തു ചേരുകയും ചെയ്താൽ, കലരുകയും ചെയ്താൽ, അതല്പമാകട്ടെ നിസാരമാവട്ടെ, ഒരിക്കലും നമ്മുടെ അതിഥികൾ അത് ഭക്ഷിക്കാത്തതുപോലെ പടച്ചതമ്പുരാന് നൽകേണ്ട ആരാധനയിൽ ശിർക്കെന്ന ഒരു മലിന വസ്തു കലർന്നാൽ ഒരിക്കലും റബ്ബ് തമ്പുരാൻ ആ കർമ്മങ്ങൾ എത്ര ഉന്നതമാണെങ്കിലും സഹോദരങ്ങളെ സ്വീകരിക്കുകയില്ല. പലപ്പോഴും അതിഥികൾക്ക് വേണ്ടി നമ്മൾ സംവിധാനിക്കാറുള്ള സദ്യകൾ എത്രയോ വിലപിടിപ്പുള്ളതായിരിക്കാം, അതിൽ ചേർക്കുന്ന ചേരുവകൾ സുന്ദരമായ വിലപിടിപ്പുള്ളതായിരിക്കാം. പക്ഷെ അതുകൊണ്ട് കാര്യമായില്ല. മലിന വസ്തു അതിൽ കലർന്നു എന്ന കാരണത്താൽ അതൊരിക്കലും അവർ ഭക്ഷിക്കാത്തതുപോലെ, അതിനോട് വിമുഖത കാണിക്കുന്നത് പോലെ സൽക്കർമ്മങ്ങളുടെ കൂമ്പാരങ്ങളുമായി പടച്ചതമ്പുരാനെ കണ്ടുമുട്ടുന്ന ഒരു മനുഷ്യൻ അവന്റെ കർമ്മങ്ങളിൽ ശിർക്കെന്ന മഹാപാതകമുണ്ട് എങ്കിൽ ഒരിക്കലും അവന്റെ കർമ്മങ്ങൾക്ക് പരലോകത്ത് വിലയില്ല. പരലോകത്ത് കർമ്മങ്ങൾ മാത്രമേ മനുഷ്യരെ രക്ഷപ്പെടുത്തുകയുള്ളൂ. മറ്റാരും രക്ഷപ്പെടുത്താനില്ലാത്ത ഉറ്റവരും ഉടയവരും പ്രിയപ്പെട്ടവരും അതേപോലെ ഭൂമിയിലെ സ്വാധീനങ്ങളും എല്ലാം നശിച്ച് മനുഷ്യന്റെ കർമ്മങ്ങളുമായി നാളെ റബ്ബിന്റെ മുമ്പിൽ കടന്നു ചെല്ലുമ്പോൾ അവിടെ രക്ഷപ്പെടാൻ, സ്വർഗപ്രവേശനം സാധ്യമാകണമെങ്കിൽ കർമ്മങ്ങൾ മാത്രമാണ് മനുഷ്യരെ രക്ഷിക്കുന്നത് എങ്കിൽ ആ കർമ്മങ്ങൾക്ക് അവിടെ വിലയില്ല എങ്കിൽ സഹോദരന്മാരെ, ആ ദൗർഭാഗ്യത്തെക്കുറിച്ച് നമുക്ക് പറയേണ്ടതുണ്ടോ? അത്ര ഗൗരവമല്ലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സത്യവിശ്വാസികളായ മനുഷ്യന്മാർ, ഈമാനുള്ള ആളുകൾ അവരുടെ ജീവിതത്തിൽ തിന്മകൾ ചെയ്താലും തിന്മകൾ വന്നുപോയാലും പടച്ചതമ്പുരാൻ അവർക്ക് പുറത്തു കൊടുക്കും. റസൂലുള്ള പറഞ്ഞു, ഖുദ്സിയായ ഒരു ഹദീസിലൂടെ റസൂലുള്ള പറയുകയാണ്, യഖൂലുല്ലാഹു അസ്സ വജൽ, പടച്ചതമ്പുരാൻ പറയുന്നു, മൻജാ അബിൽ ഹസനതി, ആരെങ്കിലും ഒരു നന്മ ചെയ്താൽ ഫലഹു അശ്റു അംസാലിഹാ, അവനതിന്റെ 10 മടങ്ങ് പ്രതിഫലം പടച്ചതമ്പുരാൻ അവന് നൽകുന്നു. ഈമാനുള്ള ഒരു വ്യക്തി ഒരു സൽക്കർമ്മം ചെയ്താൽ അതിന്റെ 10 മടങ്ങ് പ്രതിഫലം ആ മനുഷ്യൻ അല്ലാഹു നൽകും. എന്നിട്ട് അല്ലാഹു പറയുകയാണ്, വഅസീദ, മാത്രമല്ല അതിനേക്കാൾ അധികരിപ്പിച്ച് ആ മനുഷ്യന് നൽകും അവന്റെ കർമ്മത്തിന് പ്രതിഫലമായി. എന്നാൽ വമൻ ജാഅ ബിസ്സയ്യിഅ, ആരെങ്കിലും ഒരു തിന്മ ചെയ്താൽ ഫജസാഉഹു സയ്യിഅത്തുൻ മിസ്ലുഹാ, അവനുള്ള ശിക്ഷ ആ തിന്മക്ക് എത്രയാണോ ശിക്ഷ ലഭിക്കേണ്ടത് അത് മാത്രമേ അവന് ലഭിക്കുകയുള്ളൂ. അതിൽ കൂടുതലായി ഒരിക്കലും അല്ലാഹുവിനെ ശിക്ഷിക്കുകയില്ല. അത് അല്ലാഹുവിന്റെ കാരുണ്യത്തിന്റെ ഒരു രംഗമാണ്. തിന്മ ചെയ്ത മനുഷ്യന്മാർക്ക് തിന്മക്കുള്ള ശിക്ഷ മാത്രം നൽകുകയും സൽക്കർമ്മം ചെയ്ത മനുഷ്യന്മാർക്ക് 10 മടങ്ങ് ഇരട്ടി നൽകുകയും അതിനേക്കാൾ വർദ്ധിപ്പിച്ചു നൽകുകയും ചെയ്യുന്നു. എന്നിട്ട് റസൂലുള്ള പറയുന്നു, വമൻ തഖറബ മിന്നി ശിബ്റൻ തഖറബ്തു മിൻഹു ദിറാഅ, ആരെങ്കിലും എന്നിലേക്ക് ഒരു ചാണെടുത്താൽ ഒരു മുഴം ഞാൻ അവരിലേക്ക് അടുക്കും. അല്ലാഹു പറയുകയാണ്, എന്നിലേക്ക് സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് ഒരു ചാണെന്നിലേക്ക് എന്റെ അടിമ അടുത്തു കഴിഞ്ഞാൽ ഒരു മുഴം ഞാൻ അവനിലേക്ക് അടുക്കും. എന്നിട്ട് റസൂലുള്ള വീണ്ടും പറയുന്നു, വമൻ തഖറബ മിന്നി ദിറാഅൻ തഖറബ്തു മിൻഹു ബാൻ, എന്നിലേക്ക് ഒരു മുഴം എന്റെ അടിമ നന്മകൾ ചെയ്തടുക്കുകയാണെങ്കിൽ അതിനേക്കാൾ കൂടുതലായി ആ അടിമയിലേക്ക് ഞാൻ അടുത്തുകൊണ്ടിരിക്കും. ആരെങ്കിലും എന്നിലേക്ക് നടന്നു വന്നാൽ അതൈതുഹു ഹർവല, അവനിലേക്ക് ഞാൻ ഓടിച്ചെല്ലുന്നതാകുന്നു. ഭൂമിയിൽ ഒരു തിന്മ ചെയ്തുകൊണ്ട് ആരെങ്കിലും എന്നെ അഭിമുഖീകരിക്കുകയാണെങ്കിൽ ലാ യുശ്രികു ബി ശൈആ, അതാണ് നമ്മൾ ഇടേണ്ടത്. ലാ യുശ്രികു ബി ശൈആ, എന്നിൽ പങ്കുചേർക്കാതെ ശിർക്കൊരിക്കലും വരാതെ ആരെങ്കിലും ഒരു തിന്മ ഭൂമിയിൽ ചെയ്തുകൊണ്ട് നാളെ റബ്ബിന്റെ കോടതിയിൽ റബ്ബിനെ അഭിമുഖീകരിക്കുകയാണെങ്കിൽ ലഖീതുഹു ബിമിത്ലിഹാ മഗ്ഫിറ, ആ മനുഷ്യൻ അല്ലാഹു പുറത്തു കൊടുക്കാൻ സാധ്യതയുണ്ട് എന്ന് ഈ ഖുദ്സിയായ ഹദീസിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുകയാണ്. വിശ്വാസികൾക്ക് സമാധാനം നൽകുന്ന, മനസ്സമാധാനം നൽകുന്ന വചനമാണ് റസൂലുള്ള നമ്മെ പഠിപ്പിച്ചത്. മറ്റൊരു വചനത്തിൽ റസൂലുള്ള പറഞ്ഞു, ഈമാനുള്ള മനുഷ്യന്മാർ നാളെ സ്വർഗത്തിൽ പ്രവേശിക്കും. അപ്പൊ അവിടുന്ന് ചോദിച്ചു, പ്രവാചകരെ, അവർ വ്യഭിചരിച്ചാലോ തിന്മകൾ ചെയ്താലോ കളവ് നടത്തിയാലോ? റസൂലുള്ള പറഞ്ഞു, അതേ, തിന്മകൾ ചെയ്താലും ശരി, അരുതായ്മകൾ പ്രവർത്തിച്ചാലും ശരി, അതിനുള്ള ശിക്ഷ അവർക്ക് നൽകിയതിനു ശേഷം അള്ളാഹുവിന്റെ അത്യപാരമായ സ്വർഗത്തിൽ അവർക്ക് പ്രവേശിക്കാനുള്ള വകയുണ്ട്. ഈമാനുള്ള ആളുകളാണ്, അവർക്ക് അള്ളാഹുവിന്റെ പാപങ്ങൾ പുറത്തു കൊടുക്കും. അതുകൊണ്ട് സത്യവിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം ഗൗരവത്തോടു കൂടെ കാണേണ്ട ഒരു വിഷയമുണ്ട്.
ശിർക്കിന്റെ ഏതെങ്കിലും ഒരു അംശം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നുണ്ടോ എന്നതിനെ സംബന്ധിച്ച് ഗൗരവപരമായ ചിന്ത നമ്മൾ നടത്തണം. റസൂലുള്ള പറഞ്ഞു, എന്റെ സമുദായത്തിലേക്ക് കൂരാക്കൂരിരുട്ടിൽ ഒരു ഉറുമ്പ് അരിച്ചു പോകുന്നത് പോലെ നിഗൂഢമായ രൂപത്തിൽ എന്റെ സമുദായത്തിലേക്ക് ശിർക്കെന്ന മഹാപാപം കടന്നു വരാൻ സാധ്യതയുണ്ട് എന്ന് റസൂലുള്ള പറഞ്ഞു. വ്യത്യസ്തങ്ങളായ രൂപങ്ങളിൽ ശിർക്ക് നമ്മെ സ്വാധീനിക്കും സഹോദരങ്ങളെ. പിശാചിനെ സംബന്ധിച്ചിടത്തോളം നന്മയിൽ ചരിക്കുന്ന മനുഷ്യന്മാരെ, നല്ല പാന്താവിലൂടെ സഞ്ചരിക്കുന്ന മനുഷ്യന്മാരെ വഴിപിഴപ്പിക്കുകയാണ് അവന്റെ ലക്ഷ്യം. വിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നത്, അതേ നിന്റെ നേരായ മാർഗത്തിൽ, വക്രതയില്ലാത്ത നിന്റെ മാർഗത്തിൽ ഞാൻ പതിയിരിക്കും. സുമ്മല ആത്തിയന്നഹും മിൻ ബൈനി ഐദീഹിം വമിൻ ഖൽഫിഹിം, അതേ അവരുടെ മുന്നിലൂടെയും പിന്നിലൂടെയും നാനാരൂപത്തിലും മനുഷ്യരെ നാം സമീപിക്കുകയും എന്നിട്ട് നിന്റെ സത്യമാർഗത്തിൽ നിന്ന് അവരെ വഴിപിഴപ്പിക്കുകയും ചെയ്യും. തിന്മയിൽ ചരിക്കുന്ന ആളുകളെ ഇനി വഴിപിഴപ്പിക്കാനില്ല. ദുർമാർഗത്തിൽ അകപ്പെട്ട മനുഷ്യരെ ഇനി വഴിപിഴപ്പിക്കാനില്ല. ഇനി സന്മാർഗത്തിലുള്ള മനുഷ്യരെയാണ് പിശാചിന് വഴിപിഴപ്പിക്കുവാനുള്ള ദൗത്യം. സഹോദരങ്ങളെ, നമ്മൾ ആശങ്കയോടുകൂടെ കാര്യങ്ങൾ മനസ്സിലാക്കണം. പലപ്പോഴും ഗൗരവപരമായ ശിർക്ക് നമ്മുടെ ജീവിതത്തിൽ ഇല്ലെന്ന് നമുക്ക് സമാധാനിക്കാമെങ്കിലും പരോക്ഷമായ ശിർക്കുകൾ അല്ലെങ്കിൽ ശിർക്കിന്റെ മറ്റ് ഇനങ്ങൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാൻ സാധ്യതയുണ്ട്. റസൂലുള്ള പറഞ്ഞു, ലോകമാന്യത്തിന് വേണ്ടി കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്ന മനുഷ്യൻ ഫഖദ് അശ്റക, അവൻ ശിർക്ക് ചെയ്തവനാണ്. സഹോദരങ്ങളെ, നമ്മൾ അതിന്റെ ഗൗരവം പലപ്പോഴും മനസ്സിലാക്കാറില്ല. ലോകമാന്യത്തിന് വേണ്ടി, പ്രശസ്തിക്ക് വേണ്ടി, അഭിമാനത്തിന് വേണ്ടി കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ഇസ്ലാമിന്റെ തത്വങ്ങൾ ജീവിതത്തിൽ പകർത്തുകയും ചെയ്യുന്ന മനുഷ്യന്മാർ ശിർക്ക് ചെയ്തവരാണ്. അത് ചെറിയ ശിർക്കാണ് എന്ന് റസൂലുള്ള ഗൗരവത്തോടുകൂടെ തന്റെ ഉമ്മത്തിനെ പഠിപ്പിച്ചുവെങ്കിൽ ശിർക്കിന്റെ ഏതേത് രംഗങ്ങളെക്കുറിച്ചും ഗൗരവത്തോടുകൂടെ നമ്മൾ കാണണം. പ്രവാചകന്മാരഖിലവും ഈ ലോകത്തേക്ക് സത്യപ്രബോധനത്തിന് വേണ്ടി കടന്നു വന്ന പ്രവാചകന്മാർ, ജനങ്ങളെ നാളെ ശാന്തിയുടെ ഭവനമായ സ്വർഗത്തിലേക്ക് ക്ഷണിക്കാൻ വേണ്ടി ഈ ലോകത്തേക്ക് നിയുക്തരായ പ്രവാചക പുങ്കവന്മാർ, ആ പ്രവാചകന്മാരഖിലവും ശിർക്കിനെ സംബന്ധിച്ച് ഗൗരവത്തോടുകൂടെ കാണുകയും ശിർക്കിൽ നിന്ന് രക്ഷ പ്രാപിക്കാൻ വേണ്ടി റബ്ബിനോട് കൈമലർത്തി പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നതായി വിശുദ്ധ ഖുർആനിന്റെ സൂക്തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു. ആദർശ പിതാവായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം, ആ പ്രവാചകന്റെ പ്രാർത്ഥന വിശുദ്ധ ഖുർആനിൽ 14-ാം അധ്യായം സൂറത്ത് ഇബ്രാഹിമിന്റെ 36-37 വചനങ്ങളിൽ ഖുർആൻ പറയുകയാണ്. ആ പ്രവാചകന്റെ സുന്ദരമായ ഒരു പ്രാർത്ഥന, വഇദ് ഖാല ഇബ്രാഹിമു റബ്ബി ജഅൽ ഹാദിൽ ബലദ ആമിന വജ്നുബ്നി വബനിയ അൻ നഅബുദൽ അസ്നാം വഇദ് ഖാല ഇബ്രാഹിം. ഇബ്രാഹിം നബി അലൈഹിസ്സലാം പ്രാർത്ഥിച്ച സന്ദർഭം ശ്രദ്ധേയമാണ്. അദ്ദേഹം പറഞ്ഞു, റബ്ബി ജഅൽ ഹാദൽ ബലദ ആമിന, നാഥ ഈ നാടിനെ ശാന്തിയുടെ, നിർഭയത്വത്തിന്റെ ഒരു നാടാക്കി നീ മാറ്റണമേ. പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ കട്ടപ്പാടുകളോ മനുഷ്യരെ ഭീതിയോ പിടികൂടാത്തൊരവസ്ഥയിൽ ഈ നാടിനെ നീ നിർഭയത്വമുള്ള ഒരു നാടാക്കണേ. എന്നിട്ട് അദ്ദേഹം പ്രാർത്ഥിക്കുകയാണ്, വജ്നുബ്നി വബനിയ അൻ നഅബുദൽ അസ്നാം, എന്നെയും എന്റെ സന്താനങ്ങളെയും ബിംബാരാധനയിൽ നിന്ന് നീ അകറ്റണേ തമ്പുരാനെ. ബിംബാരാധന ഒരിക്കലും ഞങ്ങളുടെ ജീവിതത്തിൽ വരരുത്. എന്നിട്ട് അദ്ദേഹം പറയുന്നു, റബ്ബി ഇന്നഹുന്ന അളലല്ല കസീറൻ മിനന്നാസ്, ഈ ബിംബങ്ങൾ ഒരുപാട് മനുഷ്യരെ ദുർമാർഗത്തിലേക്ക് നയിച്ചിട്ടുണ്ട്. ഫമൻ തബിഅനി ഫഇന്നഹു മിന്നി, ആരെങ്കിലും ഈ വക്രതയില്ലാത്ത മാർഗം, ഈ റുജുവായ മാർഗം പിൻപറ്റി എന്നെ പിൻപറ്റി കഴിഞ്ഞാൽ അവൻ എന്നോടൊപ്പമാകുന്നു, ഈ സത്യമാർഗത്തിലാകുന്നു. വമൻ നസാനി, ആരെങ്കിലും എന്നെ ധിക്കരിച്ചാൽ ഫഇന്നക ഗഫൂറുർ റഹീം, തമ്പുരാനെ നീ അവർക്കേറെ പൊറുത്തു കൊടുക്കുന്നവനാണല്ലോ നാഥ, നീ കരുണ കാണിക്കുന്നവനാണ്, കരുണയുടെ കേദാരമാണ് തമ്പുരാനെ. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥനയായിരുന്നു, റബ്ബേ ശിർക്കിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണേ എന്ന്. ഒരു പ്രവാചകന്റെ പ്രാർത്ഥനയാണിത്. എത്രത്തോളം ഗൗരവത്തോടുകൂടെ നമ്മൾ കാണണം. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ പ്രാർത്ഥിക്കുക, റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ റബ്ബനാ ഇന്നക അൻതൽ വഹ്ഹാബ്. സത്യവിശ്വാസികളുടെ മനോമുഖരങ്ങളിൽ നിന്ന് ഉയർക്കൊള്ളുന്ന, രംഗപ്രവേശനം ചെയ്യുന്ന ഒരു പ്രാർത്ഥനയെക്കുറിച്ച് ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നു. അവരുടെ മനസ്സുകളിൽ നിന്ന് ആത്മാർത്ഥമായി നിർഗളിക്കുന്ന ഒരു പ്രാർത്ഥന, റബ്ബനാ ഞങ്ങളുടെ നാഥ, ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ, ഹിദായത്തിന്റെ വെള്ളി വെളിച്ചം നീ ഞങ്ങൾക്ക് നൽകിയതിനു ശേഷം ഞങ്ങളെ നീ തെറ്റിച്ച് കളയില്ല റബ്ബേ. ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ, നിന്നിൽ നിന്ന് കാരുണ്യം ഞങ്ങൾക്ക് നീ ഏറ്റമേറ്റം നൽകണേ റഹ്മാനെ. റബ്ബനാ ഇന്നക അൻതൽ വഹ്ഹാബ്, നീ ഏറെ ദാനമായി നൽകുന്നവനാണല്ലോ. സഹോദരങ്ങളെ, സത്യവിശ്വാസികളുടെ പ്രാർത്ഥന നമ്മൾ പ്രാർത്ഥിക്കണം. അതേപോലെ റസൂലുള്ള പറഞ്ഞു,
നിങ്ങൾ പ്രാർത്ഥിക്കണം, അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖുലൂബനാ അലാ ദീനിക്. ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്ന റഹ്മാനെ, തമ്പുരാനെ, ഞങ്ങളുടെ ഹൃദയങ്ങളെ നിന്റെ ദീനിൽ നീ നിശ്ചയമാക്കണേ, നിന്റെ ദീനിൽ നീ ഉറപ്പിക്കണേ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്വാസികളോട് പ്രാർത്ഥിക്കാൻ വേണ്ടി പറഞ്ഞ പ്രാർത്ഥന നമ്മൾ പ്രാർത്ഥിക്കണം. പലപ്പോഴും പല ആളുകളും, എത്രയോ മനുഷ്യന്മാർ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉൾക്കൊള്ളുകയും അതനുസരിച്ചുകൊണ്ട് കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്തു. പക്ഷേ അവസാന സമയത്ത് ദുർമാർഗത്തിലേക്ക് വഴുതിപ്പോയ ഹതഭാഗ്യവാന്മാർ എത്രയാണ്. അതുകൊണ്ട് ജീവിതത്തിന്റെ മുഴുവൻ രംഗങ്ങളിലും ലാ ഇലാഹ ഇല്ലല്ലാഹ് അനുസരിച്ചുകൊണ്ട് ജീവിക്കാൻ നമ്മൾ സന്നദ്ധരാവണം. തൗഹീദി ജീവിതം ജീവിതത്തിന്റെ മുഴുവൻ രംഗങ്ങളിലും സമർപ്പിക്കാൻ നമ്മെ കൊണ്ട് സാധിക്കണം. എങ്കിൽ ഈ ഭൂമി ലോകത്തോട് വിട ചോദിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന പരിശുദ്ധ വാക്യം പറഞ്ഞ് ഉച്ചരിച്ചുകൊണ്ട് വിട ചോദിക്കാൻ സഹോദരങ്ങളെ നമുക്ക് കഴിയും. അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ് ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉച്ചരിച്ച് ഈ ഭൂമിയിൽ നിന്ന് വിട ചോദിക്കുന്ന മനുഷ്യന്മാർ നാളെ സ്വർഗത്തിലാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് സുവിശേഷം അറിയിക്കുകയാണ്. من كان آخر كلامه لا إله إلا الله دخل الجنة خالصا من قلبه. ആരുടെയെങ്കിലും അവസാന വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് ആണെങ്കിൽ ദഖലൽ ജന്ന, അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു. ഖാലിസൻ മിൻ ഖൽബിഹി, എങ്ങനെയാവണം? അവന്റെ ഹൃദയത്തിന്റെ അന്തരാളങ്ങളിൽ നിന്ന് ആത്മാർത്ഥമായി ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ അവനെ കൊണ്ട് സാധിക്കണം. എങ്ങനെ സഹോദരങ്ങളെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നത്? ചുറ്റുപാടുകളിൽ കൂടി ആളുകൾ ചൊല്ലിത്തരുന്ന വിഷയമല്ലത്. സംതൃപ്തമായി സമാധാനത്തോടുകൂടെ ഭൂമി ലോകത്തോട് വിട ചോദിക്കാൻ സത്യവിശ്വാസികൾക്ക് സാധിക്കുമെന്നതാണ് സത്യം. എങ്ങനെ? ജീവിതത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് റബ്ബിന്റെ നിർദ്ദേശങ്ങൾ അനുസരിച്ചുകൊണ്ട് ജീവിക്കണം. ഇല്ല എങ്കിൽ ചുറ്റുപാടുകളിൽ കൂടിയ നമ്മുടെ ഉറ്റവർ, ഉടയവർ, ബന്ധുമിത്രാദികൾ, നമ്മുടെ പ്രിയതമകൾ, അതേപോലെ എത്രയോ നമ്മെ സ്നേഹിക്കുന്ന ഭർത്താക്കന്മാർ, അവരെല്ലാവരും ഒരുപക്ഷെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിത്തരുകയും ഒന്നുച്ചരിച്ചിരുന്നുവെങ്കിൽ എന്നവർ ആഗ്രഹിക്കുകയും ചെയ്യും. പക്ഷേ നമുക്കൊണ്ട് സാധ്യമാവുകയില്ല. അതുകൊണ്ട് ജീവിതത്തിന്റെ മുഴുവൻ രംഗങ്ങളിലും ലാ ഇലാഹ ഇല്ലല്ലാഹയോട് കൂറ് പുലർത്തുന്ന ഒരു ജീവിതം നയിക്കാൻ സഹോദരങ്ങളെ ആവുന്നത്ര പരിശ്രമങ്ങൾ നമ്മൾ നടത്തുക. അങ്ങനെ ജീവിതത്തെ വിമലീകരിക്കുക, ചിട്ടപ്പെടുത്തുക, റബ്ബിന്റെ നിർദ്ദേശങ്ങൾക്ക് വഴിപ്പെടുത്തുക. ലാ ഇലാഹ ഇല്ലല്ലാഹ് ജീവിതത്തിൽ പകർത്തി അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉച്ചരിച്ച് ഈ ഭൂമിയിൽ നിന്ന് വിട ചോദിക്കുന്ന സൗഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ റബ്ബ് തമ്പുരാൻ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ സകല പാപങ്ങളും പടച്ച തമ്പുരാൻ നമുക്ക് പുറത്തു മാപ്പാക്കി തരുമാറാവട്ടെ. നാഥൻ അവന്റെ കാരുണ്യത്തിന്റെ ഭവനമായ സ്വർഗത്തിൽ നാളെ നമ്മെ ഏവരെയും ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. പ്രയാസങ്ങളുടെ, ദുരിതങ്ങളുടെ സങ്കേതമായ നരകത്തിൽ നിന്ന് റബ്ബ് തമ്പുരാൻ നാളെ നമ്മെ എല്ലാവരെയും രക്ഷപ്പെടുത്തുമാറാവട്ടെ. നമ്മളിൽ നിന്ന് മരിച്ചുപോയ ബന്ധുമിത്രാദികൾ, പ്രിയപ്പെട്ടവർ, അവർക്കെല്ലാവർക്കും അവരുടെ പാപം പടച്ച തമ്പുരാൻ പുറത്തു കൊടുക്കുകയും അവരെയും നമ്മെയും അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ അവൻ ഒരുമിച്ച് കൂട്ടുകയും ചെയ്യുമാറാവട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. സഹോദരങ്ങളെ, ഒരു കാര്യം അറിയിക്കുവാനുള്ളത്, നമ്മളിൽപ്പെട്ട ഒരു സഹോദരൻ PV ഫാറൂഖ് എന്ന നമ്മുടെ സഹോദരന്റെ ഫാദർ-ഇൻ-ലോ ഹംസ KK ഇന്ന് കാലത്ത് മരണപ്പെട്ട വിവരം നിങ്ങളെ അറിയിക്കുകയാണ്. അദ്ദേഹത്തിന്റെ എല്ലാ പാപങ്ങളും പടച്ച തമ്പുരാൻ പുറത്തു കൊടുക്കുകയും അദ്ദേഹത്തെയും നമ്മെയും നാഥൻ അവന്റെ അനുഗ്രഹത്തിന്റെ ഭവനമായ സ്വർഗത്തിൽ നാളെ ഒരുമിച്ച് കൂട്ടുകയും ചെയ്യുമാറാവട്ടെ. നമ്മുടെ എല്ലാ പാപങ്ങളും നാഥൻ നമുക്ക് പുറത്തു തരുമാറാവട്ടെ. അസ്സലാമു അലൈക്കും.